ഓർഗനൈസേഷനിൽ അംഗമാകാൻ പറ്റിയത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുരേഷ്. ഞാൻ നാട്ടിൽ കാസർഗോഡാണ്. ദുബായിൽ ഏകദേശം 19 വർഷത്തോളമായി. 19 വർഷത്തോളം. അതിനിടയിൽ എനിക്ക് ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന ഒരു പ്ലാൻ ഇടുമ്പോഴാണ് എനിക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ഈ ബിസിനസ്സായിട്ട് കണക്ട് ആയത്. അതിനുശേഷം ഏകദേശം ഷാജി സാർ പറഞ്ഞ 3 വർഷത്തോളമായി ബിസിനസ്സുമായിട്ട് കണക്ട് ആയിട്ട് എൻ്റെ ഫ്രീ ടൈം ഉപയോഗിച്ച് മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ഫുൾ ടൈം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പാർട്ട് ടൈം എൻ്റെ ഫ്രീ ടൈം മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തത് ഇത്രയും കാലമായിട്ട്. നമുക്കറിയാം, മിക്ക ആൾക്കാരും, ഞാനിപ്പോൾ പ്രവാസിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കിപ്പോൾ നാട്ടിൽ പോയാൽ ഒരു 19 വർഷമായിട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് നാട്ടിലിപ്പോൾ പരിചയപ്പെട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. അതുപോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ഈ നമ്മുടെ ഓർഗനൈസേഷന്റെ സഹായത്തോടെ, വിന്നിംഗ് ടീമിന്റെ സഹായത്തോടെ, നമ്മുടെ അപ്ലയൻസിന്റെ സഹായത്തോടെ നമുക്കൊരു ബിസിനസ് ഇവിടെ കെട്ടിപ്പടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ നമ്മുടെ ബിസിനസ് ഒക്കെ നാട്ടിലും ഇന്ത്യയിലായിക്കോട്ടെ UAE-യിലായിക്കോട്ടെ അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കൂടി പറ്റിയിട്ടുണ്ട്. അത്രയ്ക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കണക്ട് ആയതെന്നുള്ളത് വളരെ വലിയൊരു ഭാഗ്യമാണ്. ഇതിലിരിക്കുന്ന ഓരോ ആൾക്കാരും ഭാഗ്യവന്മാർ കൂടിയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അവസരം തന്ന ഒരാളുണ്ടാവും, നിങ്ങളുടെ അപ്ലൈൻ അല്ലെങ്കിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആള്. അത് തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ഇതിനെ കണ്ടിന്യൂ ചെയ്യുക, അതുപോലെ കേൾക്കുക. ഞാനൊരു സ്ക്രീനിന്റെ സഹായത്തോടെയാണ് ഞാൻ ഈ പ്രസന്റേഷൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഇത് എനിക്കൊന്ന് കുറച്ച് പേര് പുതിയ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഈ പ്രസന്റേഷൻ ഏകദേശം 1 മണിക്കൂറോളുണ്ട്. ഈ പുതിയ ആൾക്കാരാണെങ്കിൽ പിന്നെ ക്ഷമയോടെ കേൾക്കണേ. ആദ്യം കുറച്ച് മനസ്സിലാവാൻ, കാരണം വെച്ചാൽ നമ്മുടെ സാധാരണ പ്ലാൻ പ്രസന്റേഷൻ ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാറുണ്ട്. ബാക്കിയുള്ള ഡൗട്ട് ചോദിക്കേണ്ട ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ പ്രസന്റേഷൻ എല്ലാ ഞായറാഴ്ചയിലും 9 മണിക്ക് നമ്മൾ 1 മണിക്കൂറുള്ള പ്രസന്റേഷനാണ് ചെയ്യുന്നത്, അതായത് ഡീറ്റെയിൽഡ് പ്രസന്റേഷൻ. അപ്പോൾ പുതിയ ആൾക്കാരുടെ ക്ഷമയോടെ ഇരിക്കുക. പിന്നെ തീർച്ചയായിട്ടും ഞാൻ സ്ക്രീനിന്റെ സഹായത്തോടെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. 1 മിനിറ്റ്. പക്ഷെ നമ്മൾ ഫുള്ളല്ല സ്ക്രീൻ? ഓക്കെ. NDO, ഇന്നത്തെ നമ്മുടെ സെഷൻ NDO, ന്യൂ ഡിസ്ട്രിബ്യൂഷൻ ഓറിയന്റേഷൻ. എന്താണ് NDO? നമുക്ക് മിക്ക ആൾക്കാർ അറ്റൻഡ് ചെയ്ത് വേണം. ഈ കാരണം വീക്കിലി ഓൺസ് എല്ലാ ഞായറാഴ്ചയും നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമാണ് NDO പ്രോഗ്രാം. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമാണ്. നമ്മൾ പലപ്പോഴും ഈ ബിസിനസ് ഒരുപാട് ആൾക്കാർ ബിസിനസ് നമ്മുടെ എല്ലാ വീക്കിലും എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം നമുക്ക് ഈ പ്ലാൻ പ്രസന്റേഷൻ ഉണ്ട്. അതിന്റെ ആൾക്കാർ പ്ലാൻ കേൾക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ലെവലാണ് NDO എന്നുള്ള പ്രോഗ്രാം. അതായത് നമ്മൾ പ്ലാൻ കേട്ടവർ എന്താണ് നെക്സ്റ്റ് ലെവൽ ചെയ്യേണ്ടതും എങ്ങനെയാണ് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളൊരു പ്രോഗ്രാമാണ്. നമ്മൾ ഏതൊരാളും പ്ലാൻ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അപ്ലൈൻറ്റ് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ഒരാൾ നമ്മൾ ഈ പ്രസന്റേഷനോട് കൊണ്ടുവന്നാൽ അവർ പ്ലാൻ കേട്ടതിന് ശേഷം നമ്മുടെ അടുത്തുള്ള അപ്ലൈനോട്ട് ഇരുത്തി ഒന്ന് ഓറിയന്റേഷൻ ചെയ്യണം. അതായത് അവർ വന്നിരിക്കുന്ന ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും വന്നിരിക്കുന്നത്. അവർ പ്രതീക്ഷകൾ മനസ്സിലാക്കണം. അവർക്ക് എന്താണ് അവർ പ്രതീക്ഷകൾ? അവർക്കൊരു പ്ലാറ്റ്ഫോമിൽ പെർഫോം ചെയ്യേണ്ട ഒരു ആഗ്രഹമാണോ? അല്ല നല്ലൊരു കാശാണോ ഒരു ആഗ്രഹം? അല്ല അവർക്ക് പിന്നെ വിദേശ ടൂറുകളാണോ? നല്ല വീടാണോ? പിന്നെ എന്താണ് അവരുടെ ആഗ്രഹം? അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ സഹായിക്കാനാണോ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട്, അവരുടെ സ്വപ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ അവർക്ക് ഇവിടെ വളരെ എളുപ്പത്തിൽ വിജയിക്കാൻ പറ്റും. വളരെ ഈസി. അതാണ് NDO പ്രോഗ്രാം, അതായത് ന്യൂ ഡിസ്ട്രിബ്യൂഷൻ ഓറിയന്റേഷൻ പ്രോഗ്രാം. തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മുടെ കൂടെ വന്നവരെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് അവർക്കുള്ള സപ്പോർട്ട് കൊടുത്ത് അവരെ സക്സസ് ചെയ്യിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, ഒരു പ്ലാനാണിത്. ഓക്കെ, നെക്സ്റ്റ്. പറ്റുന്നവരുണ്ടെങ്കിൽ പുസ്തകം പെൻ എടുക്കാൻ ബെറ്റർ ആണ് കേട്ടോ. കാരണം ഒരുപാട് എല്ലാ മീറ്റിങ്ങുകളും നമുക്ക് ഒരുപാട് പോയിന്റ്സുകൾ കിട്ടും. പുതിയ ആൾക്കാരോട് കുറെ പോയിന്റ്സുകൾ കിട്ടും നമ്മൾക്ക്. അപ്പോൾ പിന്നെ കുറച്ച് എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഫ്യൂച്ചറിലായിട്ട് നല്ലതായിരിക്കും. നമ്മളും ഇതുപോലെ പഠിക്കാൻ നല്ലതായിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ എഴുതി വെച്ച അതേ ബുക്ക് തന്നെ നെക്സ്റ്റ് വീക്കിലും എടുക്കാം. ആ കുറച്ച് പോയിന്റുകൾ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ്, നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റും ഈ ബിസിനസ്സിൽ. നമുക്കറിയാം, ഈ പ്ലാൻ നമ്മൾ ഈ ബിസിനസിന്റെ പ്ലാൻ പ്രസന്റേഷൻ നമ്മൾ ഷോ ദ പ്ലാൻ എന്നാണ് പറയുന്നത്. കാരണം ഇതിൽ ഷോ ദ പ്ലാൻ എന്നാണ് പറയുന്നത്. കാരണം പ്ലാൻ കേട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവത്തില്ല.
നമ്മൾ വെർബലി പറയുകയാണെങ്കിൽ, ഫോണിൽ പറയുകയാണെങ്കിൽ പ്ലാൻ പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതായത് ചിലവർ മൂന്ന് ടൈപ്പ് ഉണ്ട്. ചിലവർ ഓഡിറ്ററി ആയിരിക്കാം, ചിലർ കേട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരായിരിക്കാം, ചിലവർ വിഷ്വൽ ആയിരിക്കാം, ചില കനസ്റ്റിക് ആയിരിക്കാം. ഇങ്ങനെയുള്ള ആൾക്കാരാകുമ്പോൾ നമുക്ക് നമ്മൾ ഈ ഓഡിറ്ററി, ഇപ്പൊ ഓഡിറ്ററി പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് കേട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വിഷ്വൽ ആയിട്ടുള്ള ഒരു സീൻ ഇവിടെ കാണുന്നുണ്ട്. നമുക്കിപ്പോ ഒരാൾക്ക് പ്ലാൻ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ ആന എന്നുണ്ട്. ഇപ്പൊ ആന എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു കുട്ടിയുടെ എക്സാമ്പിൾ, ഉദാഹരണത്തിന് കുട്ടിയുടെ ആന എന്ന് പറയണമെങ്കിൽ ആന ആന എന്നൊരു ഇതേ വരുള്ളൂ, വേർഡ്സേ വരുള്ളൂ. പക്ഷെ ഈ ഒരു പിക്ചർ കാണിച്ചുകൊണ്ട് ഒരു ആന എന്ന് പറയുമ്പോൾ ഒരു തുമ്പിക്കൈ ഉയർത്തി മണ്ണൊക്കെ വരെ ഏറുന്ന ഒരു ആന, അത് മൈൻഡിൽ പിടിക്കും. മൈൻഡിൽ അവർക്ക് ഇതാവും കുട്ടികൾക്ക് മനസ്സിലായില്ല. ചില കുട്ടികൾ കാണും എത്ര പഠിച്ചാലും, എത്ര സ്കൂളിൽ എന്തായാലും പഠിക്കാൻ പറ്റുന്നില്ല, ട്യൂഷൻ വിട്ടാലും പഠിക്കാൻ പറ്റില്ല. കാരണം അവർ ചിലപ്പോൾ പിന്നെ വിഷ്വൽ ആണോ ഓഡിറ്ററി ആണോ എന്ന് മനസ്സിലാക്കാതെയാണ്. അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അത് അതിലൂടെ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് പിന്നെ അറിയാം, വളരെ എളുപ്പമായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഷോ ദ പ്ലാൻ ആണ് ബെറ്റർ. നമ്മൾ എവിടെ ഷോ ദ പ്ലാൻ ആകുമ്പോൾ നമുക്ക് വിഷ്വല് നമുക്ക് പറയാനും പറ്റുന്നുണ്ട്, കാണാനും പറ്റുന്നുണ്ട് വിഷ്വൽ പ്ലാൻ. അപ്പൊ അത് തീർച്ചയായിട്ടും മനുഷ്യന്റെ ആ പിക്ചറൈസേഷൻ എന്തായാലും മൈൻഡിൽ കിടക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പ്ലാനുകളൊക്കെ ഷോ ദ പ്ലാൻ തന്നെ ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഫോണിലൂടെ ഒക്കെ പ്ലാൻ കൊടുക്കുമ്പോൾ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു വരികയാണ് ഗ്ലോബൽ ബിസിനസ്സിലോട്ട്. നമുക്കറിയാം ഇതൊരു ഗ്ലോബൽ ബിസിനസ് ആണ്. നമ്മൾ അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ ഈ ബിസിനസ് നമ്മൾ എവിടെയാണുള്ളത്, ഇവിടെയുള്ള പ്ലാറ്റ്ഫോം ഇരുന്നു കൊണ്ട് നമ്മൾക്ക് ഒരുപാട് സ്ഥലത്ത് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ യു എയിൽ ഇരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഷാജി സാർ ആണെങ്കിൽ യു എ തന്നെ ഷാർജ എന്ന സ്ഥലത്താണ്, ദുബായിലാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സുമേഷ് സാർ ഇവിടെ ഉണ്ട്, പിന്നെ സുരേന്ദ്രൻ സാർ, അതുപോലെ സുഷിത മേഡം വീഡിയോ ഓണൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഓരോ സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഗ്ലോബലി ആയിട്ട് നമുക്ക് എവിടെ ഇരുന്നു കൊണ്ട് എവിടുത്തെ ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. ഞാൻ അതിലോട്ടാണ് പോകുന്നത്. അറിയാം തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒരുപാട് ഡ്രീംസ്, ഒരു വ്യക്തിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും അല്ലെ? പലപ്പോഴും ഞാൻ എന്ന വ്യക്തിക്ക് ഒരു 4-5 സ്വപ്നങ്ങൾ കാണും. അപ്പോഴേക്കും എനിക്ക് അതിലൊന്നേ ഞാൻ അതിലൂടെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത എന്നിലുണ്ട്. പറ്റില്ല, കാരണം ഞാനൊരു എംപ്ലോയി കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ദുബായിൽ ഒരു കമ്പനിയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു നിശ്ചിത ശമ്പളം മാത്രമേ എനിക്ക് ഇവിടുന്ന് കിട്ടുന്നുള്ളൂ. ആ ശമ്പളം ഉപയോഗിച്ച് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയാം, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഡ്രീംസ് ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതും ഈ വിന്നിംഗ് ടീം എന്ന ടീമുമായിട്ട് അസോസിയേറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ്. ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണം, അതായത് നമ്മൾക്ക് ബിസിനസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വാഹനം, നമുക്കറിയാം, നമുക്ക് എന്തായാലും ഇപ്പൊ എവിടെ നോക്കിയാലും ഒരു വീട്ടിൽ ഒരു വാഹനമെങ്കിലും കാണും. നമുക്ക് ഇപ്പൊ അത്യാവശ്യമാണ് ഒരു വാഹനം എന്നുള്ളത്. അതുപോലെ തന്നെ വിദേശ ടൂറുകൾ, പലപ്പോഴും നമ്മൾ ഒരുപാട് കാശുണ്ടാക്കുകയും ഒരുപാട് വർക്ക് ചെയ്യും, ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് കുറച്ച് വയസ്സ് ആകുമ്പോഴേക്കായിരിക്കും വിചാരിക്കും നമ്മൾ എവിടെയും പോയില്ല, കാശ് ഒരുപാട് ഉണ്ടാക്കി ഒക്കെ ആയിരുന്നു. പക്ഷെ ഈ ബിസിനസ്സിലാണെങ്കിൽ നമ്മൾക്ക് കാശ്, ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലുള്ള വിദേശ യാത്രകളും, അതുപോലെ ഇഷ്ടപ്പെട്ട വീട്. അറിയാം, ഒരു 10, 35, 40 വയസ്സാകുമ്പോഴായിരിക്കും മിക്ക ആൾക്കാർക്കും വീട് വെക്കേണ്ട ഒരു മൈൻഡ് വരിക. 40 വയസ്സിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ EMI ഒക്കെ അടച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം 65, 80 വയസ്സാകുമ്പോഴേ വരെ അതിന്റെ പിറകെ കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഈ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അതും വളരെ ഈസി ആയിട്ട് ഇവിടെ നേടിയെടുക്കാൻ പറ്റും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഫാമിലി ആയിട്ടുള്ള ഒരു സന്തോഷപരമായ ജീവിതം. സന്തോഷമായി ജീവിക്കണമെങ്കിൽ നമുക്ക് ഹെൽത്തും വെൽത്തും എല്ലാം ഉണ്ടായിരിക്കണം. ഇത് നമ്മുടെ ആരോഗ്യപരമായ പിന്നെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഈ ഇന്നത്തെ NDOയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിൽ നമുക്ക് ഇതെല്ലാം നമുക്ക് ഒരു കുടക്കുഴി നേടിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ അതിനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നമുക്ക് പോവാം. സക്സസ്ഫുൾ ലൈഫ് ഇസ് എ കോമ്പിനേഷൻ ഓഫ്, നമ്മുടെ ഒരു സക്സസ്, വിജയകരമായ ജീവിതം എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള കാശ് ഉണ്ടായിരിക്കണം, ഇനഫ് ടൈം, നമുക്ക് അതിനുള്ള ചെലവ് ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടായിരിക്കണം, അതുപോലെ പ്രോപ്പർ ഹെൽത്ത്, നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരിക്കണം, അതുപോലെ ലൈഫ് സെക്യൂരിറ്റി. ഇത് നമുക്ക് ജീവിതത്തിൽ ലൈഫിന് സെക്യൂരിറ്റി കൂടി ഉണ്ടായിരിക്കണം. നമ്മുടെ ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവർക്ക് ഇത് എല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് 100% ഷുവർ ആണ്.
കാരണം നമ്മളിപ്പോ ഒരുപാട് ആൾക്കാർ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞവരും ജോലിയില്ലാതെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒരിക്കലും എത്ര പഠിച്ചു കഴിഞ്ഞാലും അവരെ പിന്നെ സക്സസ്ഫുൾ ലൈഫ് എന്ന് പറയാൻ ഒരിക്കലും പറ്റൂല. കാരണം അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അടുത്തിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഇൻകം ആണ്, വരുമാനം. തീർച്ചയായിട്ടും ഒരാളെ ബേസ് എന്ന് പറയുന്നത് വരുമാനമാണ്. ഒരു വരുമാനം ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും നമ്മൾ ഇതില് ഒരു ലൈഫിൽ എവിടെ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് കഷ്ടമായിരിക്കും. കുറച്ചല്ല, വളരെ കഷ്ടമായിരിക്കും. നമ്മുടെ ബേസിക് പോയിന്റ് എന്ന് പറയുന്ന ഒരു ഇൻകം തന്നെയാണ്. ഓക്കെ, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മളിവിടെ കാണുന്നുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം കേട്ടോ. ഒന്ന് ഞാൻ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കുന്നതായിട്ട് കരുതുക. വാട്ട് ഈസ് യുവർ കറന്റ് ഇൻകം സ്റ്റാറ്റസ്? ഇപ്പൊ നിങ്ങളുടെ വരുമാനം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ കുറവാണെന്നായിരിക്കാം. എനിക്ക് ആവശ്യത്തിനുണ്ട്, എല്ലാം ഉണ്ട്, ഓക്കെയാണ്, നോ പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് അബൌട്ട് യുവർ സേവിങ് ഫോർ ഫ്യൂച്ചർ? നിങ്ങൾ ഭാവിയിലേക്ക് എന്താണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നിങ്ങൾ ഇതുവരെ വർക്ക് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുവരെയുള്ള അസറ്റിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെയാണ്. മിക്ക ആൾക്കാരുടെയും 80% ആൾക്കാരുടെയും ഇല്ല, നോ എന്നുള്ള ഒരു മനസ്സിനകത്ത് ഒരു പേടി വരുന്നുണ്ടാവും ഈ ക്വസ്റ്റ്യൻ ഒക്കെ കേൾക്കുമ്പോൾ. ആർ യു ഷുവർ അബൌട്ട് യുവർ ജോബ് സെക്യൂരിറ്റി? എപ്പോഴും പറയാറുണ്ട് എനിക്ക് നല്ല ജോലിയുണ്ട്, എനിക്കൊരു ഒന്നും പേടിക്കാനില്ലെന്നൊക്കെ പറയാറുണ്ട് ആൾക്കാർ. പക്ഷെ അത് എത്ര സേഫ് ആണ്? ചിലപ്പോൾ ജോബ് സേഫ് ആയിരിക്കാം, പക്ഷെ ജോബ് ചെയ്യാണ്ട് നമ്മുടെ ഹെൽത്തിന് അത്ര ആരോഗ്യമില്ലാതെ വന്നാൽ എന്ത് ചെയ്യും? അതും ജോബ് സെക്യൂരിറ്റിയെ ബാധിക്കൂലേ? തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ മാർക്കാണ്. ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറന്റ് ഇൻകം സ്റ്റോപ്പ്? ഇപ്പോഴുള്ള നിങ്ങളുടെ വരുമാനം ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് റെന്റ് വരികയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദിവസക്കൂലി ആയിരിക്കാം, അല്ലെങ്കിൽ സാലറി, മാസ സാലറി. അത് ഏതെങ്കിലും കാരണവശാൽ സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്തേലും നിങ്ങൾക്ക് വേറെ നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ടോ? നോ, അതും നോ ആയിരിക്കാം മിക്ക ആൾക്കാർക്കും. ഡു യു ഹാവ് ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? മിക്ക ആൾക്കാരും ഇല്ല. ഇപ്പൊ പ്രവാസികളൊക്കെ നോക്കുകയാണെങ്കിൽ ഫാമിലിയൊക്കെ നാട്ടിൽ വിട്ടാണ് ഇവിടെ കാശിന് നമ്മുടെ പിന്നെ വർക്ക് ചെയ്യുന്നത്. അതൊക്കെ ഒരുപാട് കഴിയുമ്പോഴേക്കും അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്ന അത് വരുന്നുണ്ട്. അതുപോലെ നാട്ടിലും ഒരുപാട് ജോലിയുടെ തിരക്കിനിടയിൽ ആൾക്കാർക്ക് ഫാമിലിയെ പിന്നെ മീറ്റ് ചെയ്യാനുള്ള അത്രയും സമയം അവരോട് സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻകം വളരെ അത്യാവശ്യമാണ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് യെസ് എന്ന ആൻസർ വേണം. നമുക്ക് എവിടെ കിട്ടും എസ് എന്ന ആൻസർ? പക്ഷെ ഈ ബിസിനസ്സിൽ നിങ്ങൾ ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടിട്ട് നിങ്ങൾ ഇവിടെ ടിക്ക് എസ് എന്നുള്ളൊരു പോയിന്റ് ഇടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഞാൻ പറയാം, 2 ടൈപ്പുള്ള ഇൻകം ആണ് ഉള്ളത്. ആക്റ്റീവ് ഇൻകം ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാണ്, ഒരുപാട് വലിയ പിക്ചർ ഒന്നും കാണുന്നുണ്ട്, അത് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. പിക്ചർ ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം. എന്താണ് ഈ ആക്റ്റീവ് ഇൻകം? ഞാനൊരു എംപ്ലോയി ആണ്, ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ ശമ്പളം കിട്ടുന്നുണ്ട്, ഞാൻ ആക്റ്റീവ് ഇൻകം. എപ്പോഴും വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ശമ്പളം കിട്ടത്തില്ല, അതാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. ആക്റ്റീവ് ആയിരിക്കും മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ സെൽഫ് എംപ്ലോയി ഉണ്ട്, ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, അവരും ആക്റ്റീവ് ഇൻകത്തിന്റെ ആൾക്കാരാണ്. അവർ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അവരും ആക്റ്റീവായ മാത്രമേ അവർക്ക് വരുമാനം വരുള്ളൂ. ഇതിന് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത് അപ്പോൾ കിട്ടുന്ന ഇൻകം. നെക്സ്റ്റ്, പാസീവ് ഇൻകം. പാസീവ് ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബിസിനസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണേ, ഒരു ബിസിനസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ബിസിനസ് അതിൽ നിന്നുള്ള ഇൻകം നമ്മുടെ ലൈഫ് ടൈം വരും, നമ്മുടെ അടുത്ത തലമുറക്ക് വരെ കൈമാറാൻ പറ്റും. അതായത് ഒരു 3 to 5 ഇയറിൽ നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന ബിസിനസ് നമ്മൾ 3 to 5 ഇയറിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 to 5 ഇയറിൽ നമുക്ക് വലിയൊരു സിസ്റ്റമാറ്റിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും ആ ബിസിനസ് റൺ ആവും. അത് നമ്മുടെ അടുത്ത തലമുറകൾക്ക് കൈമാറാനും പറ്റും. അത്രയ്ക്കും ഓപ്പർച്യൂണിറ്റിയുള്ള ബിസിനസ് ആണ്. ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ വളരെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ജോയി അലുക്കാസും മറ്റേ ലുലു മാൾ അവരൊക്കെ ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളും കഷ്ടപ്പെട്ടിട്ട് അവർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ അതിന്റെ ഓണറൊന്നും അവിടെ ബിസിനസിന്റെ എതിരോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. അവർക്ക് ഒരിക്കൽ ഇരുന്ന് അവർക്ക് ഇൻകം വരുന്നുണ്ട്. അത് അവർ പാസീവ് ഇൻകത്തിലോട്ട് മാറി. നമ്മുടെ ഇവിടെ യാതൊരു ഇൻവെസ്റ്റ്മെന്റും ചെയ്യാതെ പാസീവ് ഇൻകത്തിലോട്ട് എങ്ങനെ മൂവ് ചെയ്യാം എന്നുള്ളൊരു ബിസിനസ് തന്നെയാണ് ഇത്. നമ്മുടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് മുതൽ നമുക്ക് ആക്റ്റീവ് ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നു. ആക്റ്റീവ് ഇൻകം അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പാസീവ് ഇൻകത്തോട്ട് പാസ് ചെയ്യാൻ 3 to 5 ഇയറിൽ നമുക്ക് ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം. സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, വാട്ട് യു ഗെറ്റ് എക്സ്ട്രാ ഒരു ഇൻകം. നമുക്ക് ഈ ബിസിനസ്സിൽ എന്താണ് നമുക്ക് കിട്ടുക? അഡീഷണൽ ഒരു ഇൻകം.
ജോലിയുള്ളവർക്കാണെങ്കിലും എക്സ്ട്രാ ഒരു ഇൻകം. ഇപ്പൊ ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ജോലിയുള്ളവരായിരിക്കും മിക്ക ആൾക്കാരും. നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അല്ല ഫുൾ ടൈം ചെയ്യുന്ന ആൾക്കാരെങ്കിൽ ഫുൾ ടൈം ആയിട്ടുള്ളൊരു ഇൻകം നേടിയെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. കാരണം നമ്മൾക്കിപ്പോ ഒരു ഇൻകം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റൂല. ഇപ്പൊ എത്ര വലിയ കാശുണ്ടെങ്കിലും ചെറിയൊരു സമയം മതി നമുക്ക് ആ കാശ്, പിന്നെ ചെറിയൊരു അസുഖം മതി നമ്മളെ എല്ലാം തളർത്തി കളയാൻ വേണ്ടിയിട്ട്. അത് അല്ലെങ്കിൽ ഇപ്പൊ ഒരു എംപ്ലോയി, നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാൾ അടുത്തൊരു ഇൻകത്തിന് മിനിമം ഒന്നോ രണ്ടോ ഇൻകമെങ്കിലും നമുക്ക്, ഇല്ല രണ്ടോ മൂന്നോ ഇൻകമെങ്കിലും നമുക്ക് ആവശ്യമാണ്. പക്ഷേ നമ്മൾ ഈ ബിസിനസ്സായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് വളരെ ഗ്യാരണ്ടീഡ് ഇൻകം ആണ് നമ്മൾ വൺസ് ക്രിയേറ്റ് ചെയ്ത നമ്മുടെ സിസ്റ്റം. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഇൻകത്തിന്റെ ഈ ബിസിനസിന്റെ ആവശ്യകത നമുക്ക് വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മൾക്ക് ഇവിടെ ഫിനാൻഷ്യൽ ഫ്രീഡം, പലപ്പോഴും നമ്മളൊരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ, എന്ത് സാധനങ്ങൾ വാങ്ങുകയും ഭക്ഷണ പ്രസ്ഥാനം പോലും നമ്മൾ വളരെ ശ്രദ്ധാലുവായിട്ടായിരിക്കും സാധനങ്ങൾ വാങ്ങുക. കാരണം നമുക്ക് നാളത്തേക്കും ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ 8 to 10 അല്ലെങ്കിൽ 9 to 10 അങ്ങനെ ആ ടൈമിൽ വർക്ക് ചെയ്യണം. അതിനിടയിൽ നമുക്ക് പോകാനോ ഒന്നും പറ്റൂല. അല്ലെങ്കിൽ ഒരു വീക്കിലി വൺസ് ആയിരിക്കും നമുക്ക് ലീവ് കിട്ടുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ സ്വന്തം ബിസിനസ് പോലെ നമുക്ക് ചെയ്തുകൊണ്ട്, നമ്മൾക്ക് ഉത്തരവാദിത്തോടെ ചെയ്തുകൊണ്ട് നമുക്ക് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ ഗുഡ് ഹെൽത്ത്, നമ്മൾക്ക് നല്ലൊരു ആരോഗ്യം പകർന്നു തന്നൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. നമുക്ക് പറയാലോ, ഇത്രയൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇതൊക്കെ പിന്നെ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട്. ലീവ് എ ലെഗസി, നമ്മുടെ തലമുറകൾ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാവി തലമുറകളൊക്കെ അറിയാനുള്ള തിരിച്ചറിയാം നമ്മുടെ ഇവരാണ് ഇത്. കാരണം നമ്മുടെ തലമുറ കൈമാറി പോകാനുള്ള ഒരു ഇതാണ് ഈ പിന്നെ ബിസിനസ്. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറകളൊക്കെ നമ്മളെ അറിയപ്പെടുന്നതായിരിക്കും. ഇയർലി റിട്ടയർമെന്റ് അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 19 വർഷത്തോളം ഗൾഫിലുണ്ട്. ഇവിടെ 10-65 വയസ്സ് വരെ വർക്ക് ചെയ്യാം, എന്നാണ് റിട്ടയർമെന്റ്. ഈ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും അങ്ങനെയാണ്. ഒരുപാട് കാലം റിട്ടയർമെന്റ് ചെയ്ത് വർക്ക് ചെയ്ത് റിട്ടയർമെന്റ് ഒരുപാട് ടൈം എടുക്കും. അപ്പോഴേക്കും അവർക്ക് പിന്നെ എൻജോയ് ചെയ്യാനുള്ള ടൈം കിട്ടൂല. ഒരുപാട് കാശ് കാണുമായിരിക്കും. പക്ഷെ ഈ വർക്കിന്റെ ഇതിലൂടെ അവർക്ക് നല്ല സമയങ്ങളൊക്കെ അതിലൂടെ പോയി കാണും. പക്ഷെ നമ്മുടെ ഈ ബിസിനസ് അങ്ങനെയല്ല. ഇയർലി റിട്ടയർമെന്റ് നമുക്ക് 3 to 5 year ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ബിസിനസ് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കഴിഞ്ഞ് നമുക്ക് അതിന് റിട്ടയർ ആവാം. സ്റ്റോപ്പ് ചെയ്താൽ പോലും ആ വരുമാനം വരും. അതാണ് നമ്മുടെ ഇതിൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഞാൻ ഇതുപോലെ സംസാരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. ഞാൻ ഈ പ്ലാറ്റ്ഫോമിലായിട്ടാകുമ്പോൾ ഞാൻ NDO ഓറിയന്റേഷൻ, എന്റെ പിന്നെ നമ്മുടെ അറ്റൻഡ് ചെയ്തപ്പോൾ, ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ എന്റെ അപ്ലൈനുമായിട്ട് പ്ലാൻ പ്രസന്റേഷൻ ഫസ്റ്റ് കേട്ടതിന് ശേഷം എന്റെ അപ്ലൈൻറ്റ് ഇരുന്നപ്പോൾ എന്റെ ക്വസ്റ്റ്യൻ പിന്നെ ചോദിച്ചപ്പോൾ ഫസ്റ്റ് എനിക്ക് പറഞ്ഞതായിരുന്നു, എനിക്കൊരു കുറച്ച് പ്ലാറ്റ്ഫോമിൽ കുറച്ച് ആൾക്കാരോട് സംസാരിക്കാനുള്ള എനിക്ക് പറ്റണം. എനിക്ക് പറ്റില്ലെന്ന് 100% ഉറപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയായിരുന്നു. പക്ഷെ എന്നെ വിന്നിങ് ടീമും അവരുടെ ട്രെയിനിങ് സിസ്റ്റം എന്നെ മാറ്റിയെടുത്തു. ടോട്ടലി മാറ്റിയെടുത്തു. എനിക്ക് സംസാരിക്കാൻ ഇത്രയും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് വിന്നിങ് ടീം എന്ന, അതുപോലെ തന്നെ എന്റെ നമ്മുടെ അപ്ലൈൻസ്, അതുപോലെ തന്നെ ലീഡേഴ്സ്, നമ്മുടെ കൂടെ ലീഡേഴ്സ് എല്ലാവരും കൂടെ സപ്പോർട്ടും ട്രെയിനിങ് കൊണ്ട് തന്നെയാണ് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. ഞാൻ മാത്രമല്ല, ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ നല്ല ഗ്രേറ്റ് ലീഡേഴ്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഇപ്പോൾ വീഡിയോ ഓണാക്കിയിരിക്കുന്ന ലീഡേഴ്സ് ഉണ്ട്. നമ്മുടെ സുമേഷ് സാർ, സുഷിത മാഡം, അതുപോലെ ഒരുപാട് ലീഡേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയിട്ട്. തീർച്ചയായിട്ടും നമുക്ക് പണവും ഒക്കെ കാണുന്നുണ്ടാവാം. അതിൽ പിന്നെ പണമുണ്ടാവും, നല്ല കാര്യങ്ങളുണ്ടാവാം. നാലാളുടെ മുമ്പ് സംസാരിക്കാനുള്ള കഴിവുണ്ടാവില്ല. പക്ഷേ നമുക്ക് ഈ ബിസിനസ്സിൽ അത് നേടിയെടുക്കാൻ പറ്റും. ട്രാവൽ അറൗണ്ട് ദ വേൾഡ്, നമ്മൾക്ക് ലോകത്തിന്റെ എല്ലാ പിന്നെ ഭാഗത്തും സഞ്ചരിക്കാനുള്ള ഒരു അവസരം കൂടി കമ്പനി തരുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ട്രാവൽ ഫണ്ടായിട്ട് കമ്പനി തരുന്നുണ്ട്. ആ ട്രാവൽ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് എവിടെ വേണം സഞ്ചരിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി കമ്പനി നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് ആദ്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിന് നമുക്ക് ഈസി ആയിട്ട് വളരെ നേടിയെടുക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് പോയിന്റ് വരുന്നത് ഹെൽപ്പിംഗ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇവിടെ ഉണ്ട്. അറിയാം, ഓരോ ആൾക്കാരും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്ന ശമ്പളം അല്ലെങ്കിൽ കിട്ടുന്ന തുക നമ്മൾക്ക് ആവശ്യത്തിനേ തികയുന്നില്ല. പിന്നെ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുക? എല്ലാവരും അവസ്ഥയാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്ത് കിട്ടുന്ന കാശല്ല സഹായിക്കുന്നത്. നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി മറ്റൊരാൾക്ക്, ചിലപ്പോൾ ജോലിയില്ലാത്ത ഒരാൾക്കായിരിക്കാം, ചിലപ്പോൾ നല്ലൊരു പിന്നെ ഗ്രാജുവേറ്റ് ചെയ്ത ഒരു വ്യക്തിയായിരിക്കാം, ജോലിയിലായിരിക്കുന്നുണ്ടാവാം അവർക്ക്, അല്ലെങ്കിൽ വളരെ പിന്നെ പാവപ്പെട്ട വളരെ ഒരു പിന്നെ ഇൻകം ഇല്ലാത്ത ഒരാൾക്കാർക്കാം, അവർക്കൊക്കെ ഈ ജോബ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ ഇതിലൂടെ ഒരു വരുമാനം എത്തുകയാണെങ്കിൽ, അവർ കുടുംബത്തിലേക്ക് ഒരു രൂപ എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പിന്നെ നല്ലൊരു എമൗണ്ട് എത്തുകയാണെങ്കിൽ, അവരൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു പിന്നെ ഇതാണ്, വിഷസാണ്. ശരിക്കും ഈ ബിസിനസ് നമ്മൾ കാശുണ്ടാക്കുക മാത്രമല്ല, മറ്റുള്ളവർക്കിടെ ഒരുപാട് ബ്ലെസ്സിങ് നമ്മൾ നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഒരുപാട് ഒരാൾക്കാരെ നിങ്ങൾ ഇതിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ, ബിസിനസ്സിൽ കൊണ്ടുവരികയാണെങ്കിൽ, അവർ നിങ്ങൾ ചെയ്യുന്ന ബ്ലെസ്സിങ് ചിലപ്പോൾ ഹെൽത്തിൽ അവർക്ക് നല്ല റിസൾട്ട് കണ്ടു കാണും, ഇല്ലെങ്കിൽ വെൽത്ത് സമ്പാദത്തില് അവർ ഇതുവരെ ഞാൻ പിന്നെ വലിയ പിന്നെ ഇതുവരെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാനായിട്ട് ഒരു രൂപ പോലും സമ്പാദിച്ചിട്ടില്ല. എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്, സാർ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരു രൂപ പോലും സമ്പാദിച്ചിട്ടില്ല. എനിക്ക് ഈ ബിസിനസ് വന്ന് ആദ്യമായിട്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് വന്ന കാശ് പിന്നെ എൻ്റെ കണ്ണ് നിറച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ മെസ്സേജ് അയച്ച ആള് വലിയൊരു പിന്നെ എന്താ പറയാ, ഒരുപാട് കാശുള്ള ആൾക്കാരാണ്. പക്ഷെ ഹസ്ബൻഡിന് കാശുണ്ട്, ഹസ്ബൻഡിന് വരുമാനമുണ്ട്, പക്ഷെ ഇവർക്ക് വരുമാനം വന്നിട്ടില്ല. അവരുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് വരുമാനം വരുന്നത്. അത് തീർച്ചയായിട്ടും അതുള്ള മെസ്സേജ്, ആ ബ്ലെസ്സിങ്, അതുപോലെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുമ്പോൾ അത് തന്നെയാണ് ഹെൽപ്പിംഗ് അതേഴ്സ്. അത് എല്ലാവർക്കും പറ്റൂല. അത് നമ്മുടെ സ്ട്രൈറ്റ് ഫോർവേഡ് നമുക്ക് സത്യസന്ധമായ ബിസിനസ് ചെയ്യുന്നവർക്ക് പറ്റുള്ളൂ. നിങ്ങൾ കൂടെ വന്നവർക്ക് ഒരു വരുമാനം വാങ്ങിക്കൊടുക്കുക. അതിനുവേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ നോക്കിക്കോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ റിട്ടേൺസ്, അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടിയിരിക്കും. നിങ്ങൾക്ക് ആ സക്സസ് നേടിയെടുക്കാൻ പറ്റിയിരിക്കും. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സ്ലോ ആയിട്ടാണ് പറയുന്നത്, കാരണം പുതിയ ആൾക്കാരും കൂടിയുണ്ട്. അപ്പോൾ കുറച്ച് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം. ഒരു 10 മിനിറ്റ് സംസാരിക്കുന്ന ടൈം കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ലീഡർ സംസാരിക്കും ലാസ്റ്റ് ടൈം. അപ്പോൾ വെസ്റ്റീജ് എന്ന കമ്പനിയുടെ പേര് പ്ലാനിൽ കേട്ടിരിക്കാം. പുതിയ ആൾക്കാരാണെങ്കിൽ ആദ്യമായിട്ട് കേൾക്കിയായിരിക്കാം. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 2004 ഡൽഹിയിൽ 10 പ്രൊഡക്റ്റും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടറുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത കമ്പനി. ശ്രദ്ധിക്കണേ, 2004 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്, 21 വർഷമായിട്ടുണ്ട് കേട്ടോ. ഡൽഹിയിൽ ഒരു 10 പ്രൊഡക്റ്റേ കമ്പനിക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു, 2 ഓഫീസ്, 6 ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു. ഇതിന്റെ കമ്പനിയുടെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് മിസ്റ്റർ ബാലി, മിസ്റ്റർ കൻവർ സിംഗ്, അതുപോലെ തന്നെ ദീപക് സൂദ്. 3 പാർട്ട്നേഴ്സ് ആണ് ഇതിന് കമ്പനിക്കുള്ളത്. നേരത്തെ പറഞ്ഞിരുന്നു 2004 സ്റ്റാർട്ട് ചെയ്ത കമ്പനി 2021 വർഷം ആകുമ്പോഴേക്കും കമ്പനി 400-ൽ കൂടുതൽ സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റ് കമ്പനിക്ക് ഉണ്ട്. 5000-ൽ കൂടുതൽ ഓഫീസസ് കമ്പനിക്ക് ഉണ്ട്. 5 കോടി അധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കമ്പനിയായിട്ട് മാറി 21 വർഷം കൊണ്ട്. നിങ്ങൾ കേട്ടിരിക്കാം, ഇതുപോലത്തെ ഒരുപാട് കമ്പനി കേട്ടിരിക്കാം, ഇതുപോലെ ഒരുപാട് കമ്പനി കേട്ടിരിക്കാം. പക്ഷെ ആ കമ്പനി അല്ല, ഇത് ശരിക്കും വ്യത്യസ്തമാണ്. 21 വർഷമായ കമ്പനി. ഇതിന്റെ പിന്നെ ഓണേഴ്സിന്റെ, ഇതിന്റെ ഫൗണ്ടേഴ്സിന്റെ വളരെ വ്യക്തമായ ഫോക്കസിങ്ങോടുള്ള കമ്പനി. ഒരുപാട് ആൾക്കാരിലേക്ക് ഇൻകം എത്തിക്കുക, അങ്ങനെ കമ്പനി ഗ്രോ ചെയ്യിക്കുക, അങ്ങനെ ഉള്ള ഒരു വിഷൻ കൂടി ഉള്ള നമുക്ക് 3 ഫൗണ്ടേഴ്സ് ആണ് നമ്മുടെ കമ്പനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും ലോങ് ലാസ്റ്റ് ആയിട്ട് കമ്പനിക്ക് നല്ല ഡെവലപ്പ് ആവാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഭാഗ്യം എന്നും പറയാം. കാരണം ഒരുപാട് കമ്പനികൾ കേട്ടിരിക്കാം, ഒരു മാസം 2 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 3 വർഷം ഒക്കെ കണ്ടിരിക്കാം. പക്ഷെ ഈ കമ്പനി അങ്ങനെയല്ല. ഇത് ലൈഫ് ടൈം ഓരോ ആൾക്കും പിന്നെ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഡാറ്റ സെല്ലിംഗ് കമ്പനിയാണ്. 38ാമത്തെ പ്ലേസിലാണ് 2022 വേൾഡിലെ 100 കമ്പനി എടുക്കുകയാണെങ്കിൽ 38ാമത്തെ പ്ലേസിലാണ് ഈ കമ്പനി ഉള്ളത്. 2022 വെസ്റ്റ് കമ്പനി എന്നുള്ള കമ്പനി സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ പ്രസൻസ് ഉണ്ട് കമ്പനിയിൽ. UAE-ലും ബഹ്റിനിലൊക്കെ കമ്പനി ഉണ്ട്. നമുക്ക് ഏത് രാജ്യത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഒരുപാട് അവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻസ് കിട്ടിയിട്ടുള്ള കമ്പനിയാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഇന്ത്യസ് ബെസ്റ്റ് കമ്പനി ഓഫ് ദ ഇയർ 2017, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദ ഇയർ, നെക്സ്റ്റ് ഒരുപാട് ഗ്രേറ്റ് പ്ലേസ് വർക്ക്, അതുപോലെ തന്നെ 30th പ്ലേസ് നമുക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഒരുപാട് അവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻസ് കിട്ടിയ കമ്പനിയാണ്. ഓക്കെ, നമുക്ക് ഏത് ബിസിനസിന്റെയും നെടുന്തൂൺ എന്ന് പറഞ്ഞൊരു കാറ്റഗറി നിന്ന് പ്രൊഡക്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ അത് കുറച്ച് പ്രൊഡക്റ്റുകൾ നിങ്ങൾ പരിചയപ്പെടുത്താം. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് നിങ്ങളെ മൈൻഡ് കൊണ്ടുവരും, ഏതെങ്കിലും ഒരു ബിസിനസ് മൈൻഡ് കൊണ്ടുവരും, അതിലെങ്ങനെ സക്സസ് ആയെന്ന് നോക്കി വെക്കും. നിങ്ങളൊരു ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് പോകണമെങ്കിൽ അവിടെ ഒരുപാട് പ്രൊഡക്ട്സുകളാണ് കാണുക. എവിടെയെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോർ പോകണം, അവിടെയും പ്രൊഡക്ട്സ് ആണ്. ഇല്ലെങ്കിൽ ഒരു ഫർണിച്ചർ ഷോപ്പിൽ അവിടെയും പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് ഇല്ലാതെ, കാരണം പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ്, ഈ പ്രൊഡക്റ്റ് ഇല്ലാതെ നമുക്ക് എവിടെയും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള കുറച്ച് പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് ഞങ്ങൾ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പറ്റും. അതിൽ
16 കാറ്റഗറി, നമ്മുടെ പ്രൊഡക്റ്റിനെ 16 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കാരണം അതിനെ നമ്മൾ എളുപ്പത്തിൽ അറിയാൻ വേണ്ടിയിട്ടാണ് 16 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പൊ അതിലോട്ട് ഞാൻ 1 by 1 ആയിട്ട് പോവാം. ഇതിൽ പോവാണെങ്കിൽ വെസ്റ്റേജ് പ്രൈം, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, പ്രോ ഹാർട്ട്, ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, ഗ്ലിസമിക് ഹെൽത്ത്, ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്ത്, ഡിറ്റോക്സ് ആൻഡ് റിജുവിനേഷൻ, വുമൺസ് ഹെൽത്ത്, ആയുഷ് ആൻഡ് ഹെൽത്ത് ഫുഡ്, ബ്യൂട്ടി പേഴ്സൺ കെയർ പ്രൊഡക്ട്സ്, സ്കിൻ കെയർ, ആന്റി ഏജിംഗ്, കളർ കോസ്മെറ്റിക്സ്, പേഴ്സൺ കെയർ, അഗ്രികൾച്ചർ, എയർ ആൻഡ് വാട്ടർ പ്യൂരിഫയർ, അത് തുടങ്ങി നമുക്ക് ജീവിതത്തിൽ പിന്നെ നിത്യം ആവശ്യമുള്ള, അതായത് ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ ഡിവൈഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഇവിടെ ഒരുപാട് നിങ്ങൾ കാണുന്നുണ്ടാവും സപ്ലിമെന്റ്സ്. ഇത് ആരും കരുതരുത്, ഒന്നും മെഡിസിൻ അല്ല. ഓക്കെ, മെഡിസിൻ ആയിട്ട് ഒന്നുമില്ല. അത് കാണുമ്പോൾ നമുക്ക് അറിയാം, ഒരുപാട് ബോട്ടിലൊക്കെ കാണുമ്പോൾ നമുക്ക് മെഡിസിൻ ആയിട്ട് തന്നെ കാണാം, മെഡിസിൻ ആയിട്ട് തോന്നുന്നുണ്ടാവാം. നമുക്ക് ഇതില് ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. ഫാർമാസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ഒന്നുമില്ല. ഫാർമാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന മെഡിസിൻ ആണ് നമുക്ക് പിന്നെ സാധാരണ രീതിയിൽ ഡോക്ടറൊക്കെ എഴുതി തരുന്ന ഫാർമാസ്യൂട്ടിക്കൽ. ഫാർമാസ്യൂട്ടിക്കൽ ആയിട്ട് ഒരു പ്രൊഡക്റ്റും ഇവിടെ ഇല്ല, എല്ലാം ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. എന്താണ് ഇതിന്റെ ആവശ്യം? നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഫുഡുകൾ പിന്നെ ഫുഡ് കഴിക്കാറുണ്ട്. ഫുഡ് കഴിക്കാത്തവരുണ്ടല്ലോ. അതിൽ മിക്കവാറും പച്ചക്കറികളും പഴങ്ങളൊക്കെ ആയിക്കോട്ടെ വിഷമടിച്ചതും ഒക്കെയാണ് വരുന്നത്. പെസ്റ്റിസൈഡ് ഒക്കെ ഇല്ലാതെ വളർത്തിയെടുക്കാൻ ലാഭത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല കൃഷി. മിക്ക പിന്നെ ചിലപ്പോൾ നമ്മുടെ സംസ്ഥാനത്തായിരിക്കാം, അവർ വെളിയിൽ നിന്നായിരിക്കാം, എവിടെ നിന്നൊക്കെ വരുന്നുണ്ടാവാം. അപ്പൊ എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പൊ അതിലൊക്കെ നമ്മൾ ഒരുപാട് വിഷാംശങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് കഴിക്കുന്ന ഫുഡിൽ ആവശ്യത്തിന് വിറ്റാമിൻസോ മിനറൽസോ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തെ പഴയ പോലെ അല്ല ഫുഡ്. പിന്നെ ഇപ്പൊ നമുക്കറിയാം, വീട്ടിലൊക്കെ പിന്നെ പണ്ടത്തെ പിന്നെ നമ്മുടെ അമ്മൂമ്മമാരെ അപ്പൂമാരൊക്കെ കണ്ടറിയാൻ പറ്റും. അവര് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന് ഒരു ചെറിയൊരു പാത്രം കാണും, എന്താ പറയാ, മുറുക്കില്ലേ, വെറ്റിലെ അടക്കയൊക്കെ ഇട്ടല്ലോ, മുറുക്ക് പാത്രം, ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരിരുന്ന് കഴിക്കുന്ന കാണാം. പക്ഷെ ഇപ്പോഴത്തെ ആണെങ്കിലോ, ഇപ്പോഴത് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ മറഞ്ഞുപോയി. പക്ഷെ അതിന് ഇപ്പൊ ഒരു ബോക്സിനകത്ത് പിന്നെ ഷുഗറിന്റെ പ്രഷറിന്റെ ഒക്കെ ഗുളികയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? കാരണം നമ്മളിപ്പോ കഴിക്കുന്ന പോളിഷ്ഡ് റൈസ് ആണ്. റൈസിന് ഇത്രയും പോളിഷ്ഡ് റൈസാണ് വരുന്നത്. കളർ ചേർത്ത അരികൾ, പഴയൊക്കെ കുത്തരി നമ്മുടെ വീട്ടിൽ തന്നെ അടുത്തുനിന്ന് കിട്ടുമായിരിക്കാം. പക്ഷെ ഇതിനൊക്കെ ചേഞ്ചസ് വന്നുകൊണ്ട് നമ്മൾക്ക് സപ്ലിമെന്റേഷൻ വളരെ അത്യാവശ്യമായ ഇതിലോട്ട് കടന്നു പോവുകയാണ്. നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ നോർമൽ ഇപ്പോഴാണ് ഇതിലോട്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളിലോട്ട് സപ്ലിമെന്റേഷന്റെ പ്രത്യേകത പലർക്കും അറിയില്ല എന്നുള്ളതാണത്. ഫസ്റ്റ് ഞാൻ അതിലോട്ട് പോവാം, ഒരുപാട് കാര്യങ്ങൾ പറയാതെ. ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്ത്. അപ്പൊ ഇതിന്റെ ആവശ്യകത മനസ്സിലായിട്ടുണ്ട്. ഇതൊരു ടാബ്ലറ്റ് അല്ല, ഒരു പിന്നെ മെഡിസിനും അല്ല, ഒരു മെഡിസിൻ അല്ല, നമ്മൾ ഫാർമാസ്യൂട്ടിക്കൽ ആയിട്ട് ഒരു കാര്യമില്ല, ന്യൂട്രാസ്യൂട്ടിക്കലാണ്. ഒന്നുകൂടി പറയാം. ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്തിലോട്ട് പോകണമെങ്കിൽ കാൽസ്യം, ഗ്ലൂക്കോസമിൻ ആൻഡ് കൊളാജൻ. എന്താണ് കാൽസ്യം? നമുക്കറിയാം, എല്ലിന്റെയും പല്ലിന്റെ ഒക്കെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമുള്ളതാണ് കാൽസ്യം. ഓക്കെ, നമുക്ക് ഏത് ഓൾമോസ്റ്റ് ഡോക്ടറൊക്കെ എഴുതി തരാറുണ്ട് കാൽസ്യം. പിന്നെ നമുക്ക് ഇതൊക്കെ പിന്നെ ഒരു കെമിക്കലും അടങ്ങാത്തൊരു പ്രൊഡക്റ്റ് ആണ്, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഗ്ലൂക്കോസമിൻ. ഈ ഗ്ലൂക്കോസമിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു 35-40 വയസ്സാകുമ്പോഴേക്കും നമുക്ക് എല്ലിനിടയിൽ നമുക്ക് ജോയിന്റ്സ് പെയിൻ ഒക്കെ വരും. മുട്ടുവേദന, കൈവേദന, പിന്നെ വിരലിന്റെ ജോയിന്റ്സ് ഒക്കെ പെയിൻ ഒക്കെ വരും. ഏജായ കൂടുന്നതോടെ കൂടി വരും. അത് എന്താണ് മിക്ക ആൾക്കാർക്കും കാരണം എന്ന് വെച്ചാൽ, അതിനെ സിനോവിൽ ഫ്ലൂയിഡ് കുറവ് വരുമ്പോഴാണ് വരുന്നത്. അതായത് നമ്മുടെ എല്ലുകൾ തമ്മിൽ ജോയിന്റ് ആക്കിയിരിക്കുകയല്ല, പക്ഷെ ചെറിയൊരു ഗ്യാപ്പ് കാണും. എല്ലുകൾ തമ്മിൽ ഇത്ര ചെറിയ ഗ്യാപ്പ് കാണും. ഈ ഗ്യാപ്പിന് ഇടയിൽ സിനോവിൽ ഫ്ലൂയിഡ് എന്നുള്ള ലിക്വിഡ് ഗ്രീസ് പോലുള്ള സാധനം ഫില്ല് ചെയ്തിരിക്കുകയാണ്. അതിന്റെ കുറവ് വരുമ്പോഴാണ് നമ്മൾക്ക് വരുന്നത്. അതായത് കുറവ് വരുമ്പോൾ എല്ലുകൾ തമ്മിൽ ടച്ച് ആവുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് കാറ്ററിഡ്ജ് റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്ലൂക്കോസമിൻ എടുക്കുകയാണെങ്കിൽ അത് റീകാറ്ററിഡ്ജ് ആവും. നിങ്ങൾക്ക് നമ്മൾ ഗ്രൂപ്പിൽ ഇതിന്റെ റിസൾട്ട് വരുന്നുണ്ട്, അത് തീർച്ചയായിട്ടും അറിയാൻ പറ്റും പുതിയ ആൾക്കാർക്കാണെങ്കിൽ. അത് റീകാറ്ററിഡ്ജ് റീഫിൽ ആവാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഗ്ലൂക്കോസമിൻ. എഴുതി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പെന്നെടുക്കാൻ വേണ്ടി ഒരു ചിത്രമൊക്കെ കാണിച്ചിരുന്നു. എടുത്തവർക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആവുമായിരിക്കും അത് കേട്ടോ. കാൽസ്യം, ഗ്ലൂക്കോസമിന്, കൊളാജൻ അതിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് 3 എടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്ത് പ്രൊഡക്റ്റ് ആണ്. ഗ്ലിസമിക് ഹെൽത്ത്, അതിലോട്ട് പോകണമെങ്കിൽ നീമിന്റെ അതുപോലെ തന്നെ സ്റ്റിവിയ, പ്രീ ഗ്ലൂക്കോ ഹെൽത്ത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പൊ മിക്ക ആൾക്കാർക്കും ഒരു നേരത്തേക്ക് ഗൾഫിൽ നിന്ന് പോകുന്നവർ നമ്മൾ പറയുകയാണെങ്കിൽ, എനിക്ക് എന്റെ ചെറുപ്പത്തിലൊക്കെ ഗൾഫ് വരുമ്പോൾ എനിക്ക് ഷുഗറാണ്, എനിക്ക് പഞ്ചസാര വേണ്ട, വിത്തൗട്ട് എന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് നമ്മൾക്ക് ഫാഷൻ ആയിട്ട് തോന്നിയത്. പക്ഷെ ഇപ്പൊ മിക്ക ആൾക്കാർക്കും വരുന്നുണ്ട് നമ്മുടെ ഭക്ഷണ ശീലം കാരണം. അപ്പൊ തീർച്ചയായിട്ടും ഇതില് നീം അതിനെ
സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മീനുമുള്ള നമുക്ക് ഷുഗർ ഉള്ളവർക്ക് ഷുഗർ ലെവൽ കുറക്കാനും അതുപോലെ തന്നെ നമുക്ക് വരാതിരിക്കാനും സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇതൊരു നെക്സ്റ്റ് പ്രീ ഗ്ലൂക്കോ ഹെൽത്ത്. പ്രീ ഗ്ലൂക്കോ ഹെൽത്ത് ആണെങ്കിൽ ഇതിനെ കോമ്പിനേഷൻ ആണ്. നീമും പ്രീ ഗ്ലൂക്കോ ഹെൽത്തും കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗറിന്റെ നമുക്ക് നല്ലൊരു ക്യൂർ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റിവിയ എന്ന് പറഞ്ഞാൽ മധുര തുളസിയാണ്. ഒരു തുളസിയിൽ നിന്ന് എടുക്കുന്നതാണ്. മധുര തുളസിയിൽ നിന്ന് എടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഷുഗറിനെ റീപ്ലേസ് ചെയ്യാം. ഷുഗർ കഴിക്കുമ്പോൾ ഷുഗർ നമുക്ക് അറിയാം കെമിക്കൽ ചേർത്ത് ഉണ്ടാക്കുകയാണ്. അത് നമ്മുടെ ശരീരത്തിന് വളരെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്റ്റിവിയയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. സ്റ്റിവിയ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഒരു സ്റ്റിവിയ കിട്ടുന്നുണ്ടാവാം. അത് തീർച്ചയായിട്ടും കെമിക്കൽ ആഡ് ചെയ്തതാണ്. ഇത് യാതൊരു കെമിക്കലും ആഡ് ചെയ്യാത്ത സ്റ്റിവിയ നമുക്ക് വെസ്റ്റീരിയൽ അവൈലബിൾ ആയിട്ടുണ്ട്. മധുര തുളസി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഷുഗർ ഇപ്പോൾ ഉപയോഗിക്കുന്നവരൊക്കെ നിങ്ങൾക്ക് ഷുഗർ പേഷ്യന്റ് ആണോ അല്ലയോ ഷിഫ്റ്റ് ചെയ്യാം. ഓട്ടോ അത് നല്ലൊരു ഇതാണ്. ഇതാണ് ഗ്ലിസമിക് ഹെൽത്തിലോട്ട് വരുന്നത്. നെക്സ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് വരുന്നത് സ്പൈർലീന. ഇതൊരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. കടലിലെ പായലാണ്. ഇതില് 40 അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിനുള്ള. അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, ഹൈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആണ്. ഇത് സൂപ്പർ ഫുഡ് ഓൺ എർത്ത് എന്നാണ് പറയുന്നത്. ഇതിനെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സൂപ്പർ ഫുഡ് ഓൺ എർത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ മിക്ക ആൾക്കാരും ഞാൻ ഗൾഫിലൊക്കെ വന്നപ്പോൾ അറിഞ്ഞത് ഒരുപാട് ഈ സ്പൈർലിന നമ്മുടെ എനിക്ക് മിക്കവാറും മിക്ക ഈ സപ്ലിമെന്റ്സിനെ കുറിച്ചൊക്കെ അറിഞ്ഞത് നമ്മൾ വെസ്റ്റുമായിട്ട് കണക്ട് ആയതിനു ശേഷമാണ്. ഈ സ്പൈർലിനൊക്കെ സംസാരിക്കുമ്പോൾ മിക്ക ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് സ്പൈർലിന. അതിന്റെ അത്രയും ഉപയോഗമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ല ഹൈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നോനി ആണെങ്കിൽ ഒരു ടോപ്പിക്കൽ ഫ്രൂട്ടാണ്. കയ്പുള്ള ഫ്രൂട്ടാണിത്. നമ്മുടെ ടീമിൽ തന്നെ കുറച്ച് ആൾക്കാരുടെ വീട്ടിലുണ്ട്. വിനോദ് സാർ ഇന്നാള് മീറ്റിംഗ് കാണിച്ചിരുന്നു. അവരുടെ വീട്ടിലൊക്കെ ഈ ഫ്രൂട്ട്സ് ഉണ്ട്. കുറച്ച് ആൾക്കാരുടെ വീട്ടിൽ ഞാൻ ഇത് കണ്ടിട്ടില്ല കേട്ടോ. ഈ ഫ്രൂട്ട്സ് നോനി എന്നുള്ള ഭയങ്കര കയ്പുള്ള ഫ്രൂട്ട്സ് ആണ്. അതിന്റെ ജ്യൂസ് എടുത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ സൗന്ദര്യം കൂടുന്ന പറയുന്നത്. നല്ല ബ്യൂട്ടിയൊക്കെ വരുന്നു. പക്ഷെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് കഷ്ടമാണ്, കഴിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നമുക്ക് കാപ്സ്യൂൾ രൂപത്തിൽ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആന്റി ഏജിങ് കൂടിയാണ്. ആന്റി ഏജിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയസ്സിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം. നോനി അതുപോലെ തന്നെ നമ്മുടെ സെല്ലുകളെ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് ആഗിരണം ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നോനി നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് കൊളസ്ട്രോൾ. പശു പ്രസവിച്ചിട്ട് വിത്തിൻ 6 മണിക്കൂറിനകത്തുള്ള മിൽക്കിൽ നിന്ന് എടുക്കുന്നതാണ് കൊളസ്ട്രോൾ. കേൾക്കുക, കൊളസ്ട്രോൾ എന്നുള്ളത് അത് നമ്മൾ കുട്ടികൾക്കാർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഇതിന്റെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഹൈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആണ്. കാരണം കുട്ടികൾക്കൊക്കെ വളരെ ഇമ്മ്യൂണിറ്റി കൂട്ടേണ്ട ആവശ്യമാണ്. പെട്ടെന്ന് പനി വരും, ജലദോഷം, മാറാത്ത അസുഖങ്ങൾ, ശ്വാസം മുട്ട് ഒക്കെ വരുന്ന കുട്ടികളെ കാണാം. തീർച്ചയായിട്ടും കൊടുക്കാവുന്നതാണ്. ഇത് ഹൈ ഇമ്മ്യൂണിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് അലോവേര അറിയാം. നമ്മൾ കറ്റാർ വാഴ പല ആൾക്കാരുടെ വീട്ടിലും കാണും. നമ്മൾ മുടിക്കൊക്കെ ഇടാറുണ്ട്. അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ചിലവർക്ക് അൾസർ ഉണ്ടാവും. കാരണം അതില് എച്ച് പൈലോരിയ ബാക്ടീരിയ നമ്മൾ ടെസ്റ്റ് ചെയ്ത് പറയാം എച്ച് പൈലോരിയ പ്ലസ് ബാക്ടീരിയ ഉണ്ടാവുന്നല്ലേ. തീർച്ചയായിട്ടും അത് നമുക്ക് ഒഴിവാക്കി കിട്ടാൻ അലുവേര കഴിക്കുകയാണെങ്കിൽ വളരെ റിസൾട്ട് വന്നിട്ടുണ്ടാവും. എനിക്ക് അൾസർ ഉണ്ടായിരുന്നു. അൾസറിന്റെ ഈ അലുവേര കഴിച്ചതുകൊണ്ട് അലുവേരയോട് തന്നെ മാറ്റിയെടുത്തതാണ്. വൈഫിനും ഉണ്ടായിരുന്നു പ്രോബ്ലം, അവൾക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അലുവേര വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. 100% നാച്ചുറൽ ആയിട്ട് പ്രൊഡക്റ്റ് നമ്മുടെ മുടിക്കൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് അമ്ലയാണ്. വിറ്റാമിൻ സി. നമ്മുടെ എപ്പോഴും ഡോക്ടറെ അടുത്ത് പോയാൽ കാണാം ഒരു വിറ്റാമിൻ സിയുടെ ഒരു വെള്ളത്തിട്ട് കുടിക്കുന്ന ഒരു ജ്യൂസ് പോലത്തെ ഒരു സാധനം തരും. വെള്ളത്തിട്ട് നമുക്ക് വിറ്റാമിൻ സിയുടെ അത് കെമിക്കലാണ്. 100% കെമിക്കൽ അടങ്ങിയിട്ട് പ്രൊഡക്റ്റ് ആണ്. തീർച്ചയായിട്ടും നമ്മുടെ അമലയിലോട്ട് മാറുക. വിറ്റാമിൻ സി കഴിക്കാം. ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചുമ, അതുപോലെ തന്നെ പനി വരിക, അതുപോലെ ചെറിയ എന്താ കുറെ ദൂരത്തൂടെ പോകുന്ന പനി നമ്മൾ പിടിച്ചെടുക്കും. ചിലവരുടെ കഴിവാണത് കേട്ടോ. എനിക്ക് അങ്ങനത്തെ കഴിവുണ്ടായിരുന്നു നേരത്തെ. എവിടെയെങ്കിലും അടുത്തുകൂടെ പനി പിടിച്ച ഒരാൾ പോയാൽ മതി, അത് എനിക്ക് പിടിച്ചിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു കഴിവുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ എനിക്ക് വെസ്റ്റിൽ വന്നപ്പോൾ ആ കഴിവ് ഇല്ലാതായി പോയി. അതായത് എന്റെ ഇമ്മ്യൂണിറ്റി എനിക്ക് കിട്ടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് അമലായത് പോലത്തെ കുറച്ച് ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിൽ കുറച്ച് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ വെസ്റ്റേജ് പ്രൈമിലോട്ട് പോവാണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലേ? കേൾക്കുന്നു തോന്നുന്നു. കുറച്ചുപേര് വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഓക്കെ. വെസ്റ്റേജ് പ്രൈമിലോട്ട് പോവാണെങ്കിൽ മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാവുന്നതാണ്. മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് ഈ ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പ് പ്രൊഡക്റ്റിന് ഒരു റിവ്യൂ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അതിൽ വന്നൊരു ഡിസിഷനാണ് നമ്മുടെ കുട്ടികൾക്ക് മുഖത്ത് ചെറിയ വൈറ്റ് പാടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇത് മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് കൊടുത്തപ്പോൾ അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ കൂടി പറഞ്ഞതാണ്. ഇത് ചെറിയ ചോക്ലേറ്റ് രൂപത്തിലാണ്. ആർക്കും കഴിക്കാവുന്നതാണ്. ഷുഗർ ഫ്രീ ആണ്. ഷുഗർ ആയിട്ടൊന്നും ചേർത്തിട്ടില്ല. പിന്നെ കോംബയോട്ടിക്സ് വരുന്നുണ്ട്. ഇത് കോംബയോട്ടിക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ അതില് നമ്മുടെ നല്ല ബാക്ടീരിയ മോശം ബാക്ടീരിയ ഒക്കെ ഉണ്ടാവില്ല നമ്മുടെ വയറ്റിൽ.
അതിൽ നല്ല ബാക്ടീരിയ കൂട്ടിയെടുക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രീബയോട്ടിക്കിന്റെയും പ്രോബയോട്ടിക്കിന്റെയും കോമ്പിനേഷൻ ആണ്. അതിൽ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾക്ക് മിക്കവാറും നമ്മുടെ പല അസുഖങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഹെഡേക്ക് ഒക്കെ വരില്ല ആൾക്കാർക്ക്. ഒരുപാട് മാറാത്ത ഹെഡേക്ക് നമ്മുടെ വയറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും മിക്കവാറും. ഡൈജഷൻ സിസ്റ്റം കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ചിലവർക്ക് എന്തെങ്കിലും ഭക്ഷണം ചെറിയൊരു മോശമായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹെഡേക്ക് വന്നിരിക്കാം, ഭക്ഷണത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ സിസ്റ്റം കറക്റ്റ് ചെയ്യുന്നത് നമ്മൾ വളരെ അത്യാവശ്യമാണ്. പല ആൾക്കാർക്കും അറിയുന്നില്ല എന്താണ് എനിക്ക് വിട്ടുമാർത്ത തലവേദന. കോംബയോട്ടിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റ് സിസ്റ്റം കറക്റ്റ് ചെയ്യും. നമുക്ക് തലവേദന, അതുപോലെ നമ്മൾ ഒരുപാട് ഇഷ്യൂസ്, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, നെഞ്ചരിച്ചിൽ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്നുണ്ട്. അത് നെക്സ്റ്റ് വരുന്നത് ക്രിൽ ഓയിൽ, ക്രിൽ ഫിഷിന്റെ ആണ്. omega-3 അടങ്ങിയിട്ടുണ്ട്. ഫിഷ് എന്ന് എടുക്കുന്നതാണ്, നോൺ വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ആണ്. ഫിഷ് omega-3 നമുക്ക് HDL കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അതാണ് വെസ്റ്റ് പ്രൈമിലുള്ളത്. നെക്സ്റ്റ് ഡിറ്റോക്സ് ആൻഡ് റിജുവനേഷനോട്ട് പോവാണെങ്കിൽ ഫസ്റ്റ് വരുന്നുണ്ട് ഫൈബർ. ചിലവർക്ക് പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ എന്തായാലും ഫൈബർ നമുക്ക് കിട്ടുന്നില്ല. കാരണം നമ്മൾ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന മിക്ക ആൾക്കാരും കുറവായിരിക്കും. നമ്മുടെ മെയിൻ നമ്മളെ ആഹാരം ചോറാണല്ലോ, അതിൽ ഫൈബർ ഒന്നുമില്ല. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് അതില് പിന്നെ ചിലവർക്ക് ഡൈജസ്റ്റ് സിസ്റ്റം പ്രോബ്ലം, അതുപോലെ തന്നെ മോഷൻ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. ഈ ഫൈബർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു റിസൾട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് മെലാറ്റിൻ സ്പ്രേ. ഇത് നമ്മുടെ ചിലവർക്ക് ഉറക്കക്കുറവുണ്ടാവാം, ഉറങ്ങാൻ വളരെ പ്രയാസമായിരിക്കാം. ആ ഉറക്കക്കുറവ് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉറങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്കത് നല്ല ഉറക്കം കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഐ സപ്പോർട്ട് ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് ക്രുക്കും പ്ലസ് ഉണ്ട്, നമ്മുടെ ക്രുക്കും പ്ലസ്. അതുപോലെ തന്നെ ഡിറ്റോക്സ് ആൻഡ് ഫുഡ് പാച്ചസ്. ഡിറ്റോക്സ് ആൻഡ് ഫുഡ് പാച്ചസ് എന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ഇതിന്റെ ഒരു സ്റ്റിക്കർ രൂപത്തിലാണ്. കാലിനടി ഒട്ടിച്ച് കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ബ്ലാക്ക് ആയിട്ട് കാണും. അതായത് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ വലിച്ചെടുത്തിട്ടുണ്ടാവും. കാരണം നമ്മൾ കഴിക്കുന്ന പഴങ്ങളും പച്ചക്കറിയും ഞാൻ പറഞ്ഞ പോലെ വിഷങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ടാവാൻ ഫുഡിൽ, അതൊക്കെ വലിച്ചെടുക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് കുർക്കും പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഫാറ്റി ലിവറൊക്കെ ഇല്ലാതിരിക്കുന്നതിനും നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ റിമൂവ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് വേറെ വരുന്നത് ഗനോഡർമയാണ്. ഗനോഡർമ എന്ന് പറയുന്നത് റെഡ് മഷ്റൂം ആണ്. റെഡ് മഷ്റൂം എന്നുള്ളതാണ് വളരെ കോസ്റ്റ്ലി ഇതാണ്. നമ്മൾ റെഡ് മഷ്റൂം കറി വെച്ച് കഴിക്കാൻ ഓക്കെയാണ്, പക്ഷെ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അത്രയും കോസ്റ്റ്ലി കാരണം ഗനോഡർമ നമുക്ക് കഴിക്കാം ഡയറക്റ്റ് നമ്മുടെ ക്യാപ്സ്യൂളായിട്ടും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാവുന്നതാണ്. ഫിറ്റ്നസ് ആൻഡ് ഡയറ്റോട്ട് പോവുകയാണെങ്കിൽ പ്രോട്ടീൻ പൗഡർ, ഒരു 50 കിലോ ഉള്ള ഒരാൾ 50 ഗ്രാം പ്രോട്ടീൻ പൗഡർ ആവശ്യമാണ് ലൈഫിൽ. ഇത് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ ആണ്, നമ്മൾ ജിമ്മിൽ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ അല്ല, ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് വെസിൻ ഷേക്ക്, വെസിൻ ടീ, വെസിൻ ക്യാപ്സ്യൂള്. നമ്മുടെ നാച്ചുറൽ കലോറി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഇതിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നമ്മളിത് കഴിച്ച പിറ്റേ ദിവസം തന്നെ നമ്മുടെ തടി കുറയൊന്നുമില്ല, മല്ലേ കുറയുള്ളൂ. അതുകൊണ്ട് തന്നെ അതാണ് പറഞ്ഞത്, നാച്ചുറൽ കലോറി നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നത് കഴിക്കാം. നെക്സ്റ്റ് വുമൺ ഹെൽത്തിലോട്ട് പോവുകയാണെങ്കിൽ പോളിക്കാരൻ പ്ലസ്, സ്ത്രീകൾ ഉണ്ടാവുന്ന വിളർച്ച അതുപോലെയുള്ള ഒരുപാട് പ്രോബ്ലംസിന് ഇല്ലായിരിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ശതാവരി മാക്സ്. നമുക്കറിയാം സ്ത്രീകളുണ്ടാകുന്ന ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസിനൊക്കെ ഇല്ലാതിരിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്രാൻബെറി നമുക്കറിയാം പലപ്പോഴും മിക്ക ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും അത് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ക്രാൻബെറി, നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഹെയർ ആൻഡ് സ്കിൻ നൈൽ ഉണ്ട്, അത് അങ്ങനെ നമ്മുടെ ഹെയറിന്റെ സ്കിന്നൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ്. പ്രൊഹാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഫ്ലാക്സ് ഓയിൽ, അതുപോലെ ക്യൂട്ടൻ, അതുപോലെ തന്നെ എൻലാർജിൻ നമ്മുടെ ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഫ്ലാക്സ് ഓയിൽ omega-3 omega-6 കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചെറിയ ബ്ലോക്കുകൾ, നമ്മുടെ ശരീരത്തിൽ ചെറിയ ബ്ലോക്കുകളൊക്കെ കാണും, അതൊക്കെ ഇല്ലാതിരിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന വേണ്ടി എല്ലാർജിൻ എന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയ പ്രൊഡക്റ്റ് ആണ് ക്യൂട്ടൻ. നമ്മുടെ ഒരു ഏജ് കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ ക്യൂട്ടന്റെ അളവ് കുറയുന്നുണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ക്യൂട്ടൻ ഉപയോഗിക്കുക ഒരു പരിധി വരെ നമ്മുടെ സൈലന്റ് അറ്റാക്ക് തടയുന്നതിന് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് സ്ലോ ആയി പോയിട്ടുണ്ട്, സമയം കുറെ എത്തിപ്പോയി. ആയുഷാന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ആയുർവേദിക് പ്രൊഡക്റ്റ് ഉണ്ട്, കിഡ്നി ഹെൽത്ത്, ലിവർ ഹെൽത്ത്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രൊഡക്ട്സ് ഒഴിവായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന ഹെൽത്ത് ഫുഡിലോട്ട് പോകണമെങ്കിൽ റൈസ് പാൻ ഓയിൽ. നമുക്ക് എപ്പോഴും ഷാജി സാർ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യും, കുക്കിംഗ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നുള്ളത്. പക്ഷേ ഒരു മാസത്തിനകത്ത് ആൾക്കാർ റിസൾട്ടും പറയുന്നത് കുക്കിംഗ് ഓയിൽ ചേഞ്ച് ചെയ്തു നല്ല റിസൾട്ട് ഉണ്ടെന്നത്. തീർച്ചയായിട്ടും omega-3 അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ
നമ്മുടെ പിന്നെ കൊളസ്ട്രോൾ ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഓയിലാണ്. നമുക്ക് സാധാരണ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയെ അപേക്ഷിച്ചിട്ട് പ്രൈസ് വളരെ കുറവാണ്. ഒലിവ് ഓയിൽ, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഈസിയാണെങ്കിൽ സ്കിപ്പ് ചെയ്യണ്ട, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന. അതുപോലെ തന്നെ ഫ്രഷ് ഡ്രിങ്ക്, എനർജി ഡ്രിങ്ക്, ടീ, കോഫി, അങ്ങനെ ഒരുപാട് ഒട്ടനവധി പ്രൊഡക്റ്റുകളുണ്ട്. നെക്സ്റ്റ് വരികയാണെങ്കിൽ സ്പ്രേ. ഇതിൽ വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ B12 അങ്ങനെ ഒരുപാട് നമുക്ക് നാവിനടിയിലോട്ട് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളുണ്ട്. അതിൽ വിറ്റാമിൻ ഡി പ്രത്യേകം നമ്മൾ ഒരുപാട് മെഡിസിൻ എടുക്കുന്നുണ്ടാവും, ഒക്കെ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടാവും. നമ്മൾ വിറ്റാമിൻ ഡി ചെക്ക് ചെയ്യണം. കറക്റ്റ് അതല്ലെങ്കിൽ, വിറ്റാമിൻ വളരെ കുറവാണെങ്കിൽ നമ്മൾ എന്ത് മെഡിസിൻ എടുത്തിട്ടും ഒരു റിസൾട്ടും വരില്ല. തീർച്ചയായിട്ടും നമ്മൾ വിറ്റാമിൻ ഡി മാക്സിമം ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യണം, എന്നാൽ മാത്രമേ അതിന്റെ റിസൾട്ട് വരുള്ളൂ. ഓക്കെ, വിറ്റാമിൻ ഡി മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് ഡെന്റൽ ഷെയറിന്റെ ടൂത്ത് പേസ്റ്റ് ആണ്. നീമിന്റെ ടൂത്ത് പേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾക്ക് ചെറിയ പല്ലുവേദന ഒക്കെ ഒന്നും ഉണ്ടാവില്ല. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും വരുന്നുണ്ടായിരിക്കില്ല. ഇതിൽ ഇനാമല് പിന്നെ കോട്ടിങ് നഷ്ടപ്പെടുത്തുന്നതോ സിലിക്ക ജെല്ലോ അതുപോലെ തന്നെ ഗ്ലാസ് പൗഡർ ഒന്നും ഏജൻസ് പിന്നെ പോളിഷിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ നമ്മുടെ ഗാനോ ടൂത്ത് പേസ്റ്റ് ഉണ്ട്. ചിലവർക്ക് പിന്നെ പിന്നെ ബ്ലഡ് വരിക, അതുപോലെ ഒരുപാട് ഇഷ്യൂസ് കാണാം. അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ആണ്. അടുത്ത വരുന്ന ഡെന്റൽ ഷെയറിന്റെ വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ്. നമ്മൾക്ക് പല്ലിന്റെ യെല്ലോ കളർ, അതുപോലെ തന്നെ നമ്മുടെ സിഗരറ്റ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ബ്ലാക്ക് കളർ, അതൊക്കെ ഒരു പരിധി ഒരു മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് നമ്മുടെ ബ്രഷ് സ്പെഷ്യൽ ആണ് കേട്ടോ. നമ്മുടെ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നതല്ല, തീർച്ചയായും നല്ല സ്പെഷ്യൽ ആയിട്ട് ബ്രഷ് ഉണ്ട്, മൗത്ത് വാഷ് ഉണ്ട്. നെക്സ്റ്റ് പോകണമെങ്കിൽ പേഴ്സണൽ കെയറിലോട്ട് പോകണമെങ്കിൽ ബ്യൂട്ടി ഒരുപാട് പ്രൊഡക്ട്സ് ആയിട്ടുണ്ട് പേഴ്സണൽ കെയറിൽ. അതിൽ ഹാൻഡ് വാഷ്, ബോഡി വാഷ്, അതുപോലെ തന്നെ പെർഫ്യൂംസ് ഒക്കെ കെമിക്കൽ ഒരുപാട് അടങ്ങാത്ത പ്രൊഡക്റ്റ് ആണ്, ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ തലമുടി കൊഴിഞ്ഞു പോകാറുണ്ട് മിക്ക ആൾക്കാർക്കും, അതിനുള്ള ഹെർണിക്ക ഫ്ലവറിന്റെ ഓയിൽ ഉണ്ട്. അതുപോലെ ഷാമ്പു ഉണ്ട്, പിന്നെ പെയിൻ റിലീഫ് ബാം, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ ഇതിന് വേറെ പ്രത്യേകത എന്ന് പറയുന്നത് TFM 76 മുകളിലുള്ള സോപ്പുകളാണ് നമുക്കുള്ളത്. ഒരുപാട് സോപ്പുകളുണ്ട്. നമുക്ക് മാർക്കറ്റിൽ 5 രൂപയും 10 രൂപ സോപ്പുകൾ കിട്ടാം. പക്ഷെ നമ്മളത് ഒരു നേരത്തെ ലാഭത്തിൽ നോക്കി പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ TFM വളരെ കുറവാണ്. മാക്സിമം TFM 76 TFM നോക്കിയിട്ടുള്ള സോപ്പുകൾ വാങ്ങിയെടുക്കുക. നമ്മുടെ വെസ്റ്റിൽ ധൈര്യത്തോടെ നമുക്ക് സാധാരണ പ്രൈസിൽ നമുക്ക് നല്ല സോപ്പുകൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക് ഡ്രൈവ് ചില ഇത് വണ്ടികളുടെ എഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണ്. വണ്ടിയുടെ ഒരു പരിധി കഴിഞ്ഞാൽ എഞ്ചിൻ സൗണ്ടുകളും അതുപോലെ മൈലേജ് ഒക്കെ കുറയുന്നുണ്ട്. നമ്മുടെ എഞ്ചിന്റെ കൂടെ ഇത് മാക് ഡ്രൈവിന്റെ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ എഞ്ചിന്റെ പിസ്റ്റനും ഒക്കെ ഒരു കോട്ടിംഗ് പോലെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ വണ്ടിയുടെ സൗണ്ട് കുറയുന്നതിനും മൈലേജ് കൂടുന്നതിനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 30,000 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മറ്റു ഓയിലിന്റെ കൂടെ ഇതും ആഡ് ചെയ്യാം. വളരെ ചെറിയ അളവിലേ ഉള്ളൂ, സാധാരണ ഓയിലിന്റെ കൂടെ തന്നെ ആഡ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഹെയർവെസ്റ്റിന്റെ പ്രൊഡക്റ്റ് ഉണ്ട്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രം കഴുകുന്ന ലിക്വിഡ് ഹെയർവെസ്റ്റിന്റെ ആ പ്രൊഡക്റ്റ് നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് സാധാരണ വില കുറഞ്ഞ നിലവിൽ കിട്ടുമ്പോൾ ഈസിയാണ് ഉപയോഗിക്കാം. നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ പ്രത്യേക പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൽ പ്രോസ്പെക്ട് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അത് ഉപയോഗിച്ചിട്ട് പാത്രം കഴുകിയിട്ട് വെയിലത്ത് ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കളർ കാണാം. വൈറ്റ് കളർ ഏറ്റവും മരമായ ഒരുപാട് കെമിക്കൽ അത് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പോവുകയും നമ്മുടെ കുടൽ ക്യാൻസറിനൊക്കെ കാരണമാവുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ വെസ്റ്റയിലോട്ട് മാറുക. ഇത് വളരെ ചെറിയ അളവിലേ വേണ്ടു. 2-3 മാസത്തേക്ക് നിങ്ങൾക്ക് വളരെ കുറച്ച് അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ തുണി കഴുകാൻ വയ്ക്കുന്ന ലിക്വിഡ്, അത് വളരെ ചെറിയ അളവിൽ നമുക്ക് ആവശ്യമുള്ളൂ വാഷിംഗ് മെഷീനിലൊക്കെ ഉപയോഗിക്കുമ്പോൾ. കാരണം അത് പിന്നെ വളരെ ചെറിയ അളവിൽ അത് ആവശ്യമുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ സാധാരണ ചിലവർക്ക് ചില വാഷിംഗ് പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇച്ചിങ്, അതുപോലെ ഒരുപാട്, അല്ലെങ്കിൽ തുണികളൊക്കെ കഴുകി വാഷ് ചെയ്തിട്ട് ഉണക്കിയിട്ട് ഷെൽഫിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന കാണാം ചില തുണികളൊക്കെ. അതൊക്കെ സാധാരണ കെമിക്കൽ ഉപയോഗിക്കാനുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെസ്റ്റിലോട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട്. ഫ്ലോർ ക്ലീനർ, അതുപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീനർ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിന്റെയൊക്കെ പ്രത്യേകത അറിയാലോ, നമുക്കറിയാലോ വളരെ ചെറിയ അളവിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒരുപാട് നമുക്ക് പൈസ അവിടെ സേവ് ചെയ്യാൻ പറ്റും. 100% റിസൾട്ടും ആണ്. ചില ടൈൽസ് ഒക്കെ കളർ മാറാത്ത കറകളും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ട്രുമാൻ, മെൻസിന് വേണ്ടിയിട്ടുള്ള ഷേവിംഗ് ക്രീം, അതുപോലെ സോപ്പ്, അതുപോലത്തെ കുറച്ച് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്, പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. വെലിനയുടെ കളർ കോസ്മെറ്റിക്സ് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കറിയാം, ആപ്ലിക്കേഷനിലെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. മിസ്റ്റർ ഓഫ് മിലന്റെ
ലിപ്സ്റ്റിക് ആയിക്കോട്ടെ, കാജൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ലേഡീസിനുണ്ട്, ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. എല്ലാ പ്രൊഡക്ട്സിന്റെ പേരൊന്നും അറിയില്ല. പിന്നെ സ്കിൻ ഫോർമുല 9 പോകണമെങ്കിൽ നമ്മുടെ ചില മിക്ക ആൾക്കാർക്ക് പണ്ട് താഴെ ഒരു ബ്ലാക്ക് മാർക്ക് വരുന്നുണ്ടാവും. അണ്ടർ ഐസ് സിറം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുഖക്കൊണ്ട് പാട് മാറ്റാൻ ബ്ലമിഷ് ജെല്ല്, അതുപോലെ മുഖത്തിനൊക്കെ ഉള്ള മാസ്ക്. നമുക്ക് ബ്യൂട്ടിക്ക് ആയിട്ടുള്ള ഒരുപാട് സ്കിൻ ഫോർമുല പ്രൊഡക്റ്റ് സൂപ്പർ പ്രീമിയം പ്രൊഡക്റ്റുകളാണ്. സാധാരണ നമുക്ക് പ്രൈസ് നമുക്ക് താങ്ങാവുന്ന റേറ്റിലാണ് ഇതുള്ളത്. നെക്സ്റ്റ് അഗ്രി പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരുപാട് അഗ്രി പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ വളരെ ചെലവ് കുറച്ചുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ നല്ല സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയുള്ള പ്രൊഡക്ട്സുകളാണ് അഗ്രി ഗോൾഡ്, അഗ്രി മാസ്, അതുപോലെ തന്നെ അഗ്രി ജെല്ല്. നമ്മൾ ചില വെള്ളത്തിന്റെ കുറവുണ്ടാകും ചില ഏരിയയിൽ, അവിടെയൊക്കെ അഗ്രി ജെല്ല് ഉപയോഗിക്കാനും അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് അഗ്രി ഇതിലും അവൈലബിൾ. പിന്നെ വാട്ടർ പ്യൂരിഫയർ, നമുക്ക് ശുദ്ധമായ വാട്ടർ കുടിക്കാനുള്ള വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. എയർ പ്യൂരിഫയർ അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സാധാരണ വാങ്ങുന്നത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് അറിയാലോ, അതായത് ഒരു മാനുഫാക്ചർ, ഒരു ഫാക്ടറിയിൽ നിന്ന് അവർ C&F, സൂപ്പർ സ്റ്റോക്ക് ലിസ്റ്റ്, ഹോൾസെയിൽ, റീറ്റെയിൽ, അങ്ങനെ ഒരുപാട് ആൾക്കാരോട് കൂടിയാണ് നമ്മൾ കൺസ്യൂമറായി നമ്മളോട് പ്രൊഡക്റ്റ് എത്തുന്നത്. അതായത് 60% ഇവിടെ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറെ ആൾ പരസ്യം പറയാൻ വരുന്നുണ്ടായിരിക്കാം, മോഹൻലാലും മമ്മൂട്ടിയൊക്കെ പരസ്യം പറഞ്ഞു, അവരൊക്കെ കൊടുക്കുന്ന കാശ് കൊടുക്കുന്നത് നമ്മളാണ് അവർക്ക് കാശ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും ഈ 40 രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനം കമ്പനി കൊടുക്കുന്നത് നമുക്ക് വാങ്ങുന്നത് 100 രൂപക്കാണ്. അതായത് 60% പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും പോകുന്നുണ്ട്. ഇതിനാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ വെസ്റ്റ് ഡയറക്ട് സെല്ലിങ്ങിലോട്ട് പോവാണെങ്കിൽ 60% നമുക്ക് തന്നെ കമ്പനി തിരിച്ചാണ് ചെയ്യുന്നത്. വെസ്റ്റ് ഡയറക്റ്റ് നമ്മളോട് പ്രൊഡക്റ്റ് തരികയും ഈ 60% സേവ് ചെയ്യുന്നത് നമുക്ക് ഇതിന് ഡിവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അവിടെ നമുക്ക് ഇതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇടനിലക്കാരല്ല, പരസ്യക്കാർ ആർക്കുമില്ല, വെളിയിലോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് ഇത്രയും കാലം നമ്മുടെ സാധനങ്ങൾ വാങ്ങിയതൊക്കെ നമ്മുടെ ഒരുപാട് ആൾക്കാർ പരസ്യക്കാർക്കൊക്കെ കൊടുത്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചേഞ്ച് യുവർ ഷോപ്പ്, ചേഞ്ച് യുവർ ലൈഫ്. നമുക്ക് ഇനി മുതൽ എന്തൊക്കെ പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് മാറ്റുക. നല്ലൊരു റിസൾട്ട് ആയിരിക്കും നമുക്ക്. കാരണം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാലോ, ഒരു ഗ്രോസറി പോയാലോ, ഹോട്ടലിൽ പോയാലോ, ഭക്ഷണം കഴിച്ചാലോ ആരും നമുക്ക് കാശ് തിരിച്ചു തരാറില്ല. പക്ഷെ നമ്മുടെ വെസ്റ്റിയിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട് നമ്മൾ അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അതോടെ നമ്മൾക്ക് അതിന്റെ ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും. നമുക്ക് അവിടെ ക്യാഷ് റിട്ടേൺസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഷോപ്പ് ചേഞ്ച് ചെയ്യുന്നതോടെ നമുക്ക് കൺസ്യൂമറിന് 50% ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുക. അതായത് MRP 10 to 20% ഓഫറാണ് നമുക്ക് കിട്ടുക. പർച്ചേസ് ഓഫർ അപ് ടു 10%, 10% വരെ നമുക്ക് ഇതിൽ ഓരോ പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും ഓഫർ ഉണ്ട്. അതുപോലെ ക്യാഷ് ബാക്ക് 5 to 16%, 5 മുതൽ 16% വരെ നമ്മുടെ എല്ലാ മാസം 10-ാം തീയതി നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കമ്പനി തരുന്നുണ്ട്. അതുപോലെ മണി ബാക്ക് ഗ്യാരണ്ടി 100%. നിങ്ങൾ ഒരു പ്രൊഡക്റ്റിന് എഴുതിയിട്ട് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് 25% ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ക്യാഷ് ബാക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഒരു പോളിസി കൂടി ഇതിലുണ്ട്. കൺസിസ്റ്റൻസി ഓഫർ, അതായത് നമ്മുടെ 4 മാസം 100 PVയുടെ 3200 രൂപയുടെ സാധനം വാങ്ങുകയാണെങ്കിൽ 5-ാമത്തെ മാസം ആ പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ, 2500 പ്രൊഡക്റ്റ് കമ്പനി ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഓഫറും കൂടി കമ്പനി നമുക്ക് തരുന്നുണ്ട്. നമുക്കിതിൽ 9 തരത്തിലുള്ള വരുമാനമാണ് നമുക്ക് കമ്പനി തരുന്നത്. അതിൽ സേവിങ് ഓൺ കൺസംഷൻ 10 to 20% തരുന്നുണ്ട്. പെർഫോമൻസ് ബോണസ് ആയിട്ട് നമുക്ക് കമ്പനി 5 മുതൽ 16% പറഞ്ഞു. പിന്നെ ഡയറക്ടർ ബോണസ് ആയിട്ട് 15% തരുന്നുണ്ട്. ടീം ബിൽഡിംഗ് ബോണസ് ആയിട്ട് തരുന്നുണ്ട്. ലീഡർഷിപ്പ് ഓറിയൻ ബോണസ് 18%. ട്രാവൽ ഫണ്ട് 3% തരുന്നുണ്ട്. കാർ ഫണ്ട്, ഹൗസ് ഫണ്ട്, ഇലക്ട്രിക് ബോണസ്. ഇങ്ങനെ 9 തരത്തിൽ ഇൻകം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ഓരോ ആൾക്കാരെ നോക്കുമ്പോൾ ഞാൻ ഏതാ ലെവലിലുള്ളതെന്ന് അറിയാൻ പറ്റും. നമുക്ക് ഘട്ടം ഘട്ടമായി ഓരോ ലെവലിൽ നമുക്ക് എത്താൻ പറ്റും. ഇവിടെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ഒരാൾ കാണും, എന്നുള്ള നമ്മളാണ്. നമ്മുടെ ഇൻവൈറ്റ് സ്പോൺസർ നമുക്ക് കാണും, നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വെസ്റ്റ് ചെയ്യുന്ന കമ്പനി നമുക്ക് 100% സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വിന്നിംഗ് ടീം എന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യും. പിന്നെ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിന്നിംഗ് ടീം കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയ്ക്ക് നമുക്ക് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യാം. പെർഫോമൻസ് ബോണസ് 5 to 16%. എങ്ങനെയാണ് കിട്ടുന്നത്? അതായത് ഓരോ പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും അതിന് പ്രൊഡക്റ്റ് വാല്യൂ ഉണ്ട്. ആദ്യം നമ്മൾ ജോയിൻ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന 5% നമുക്ക് അതിന്റെ പ്രോഫിറ്റ് പെർസെന്റ് എന്ന് പറയുന്നത്. അത് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് 600 പോയിന്റ് ആകുമ്പോഴേക്കും നമ്മുടെ പ്രോഫിറ്റ് പെർസെന്റ് 8% ആയി. നമ്മൾ ഒറ്റയ്ക്ക് വാങ്ങുകയല്ല കേട്ടോ, നമ്മുടെ അസോസിയേറ്റ് ചെയ്ത ആൾക്കാർ വാങ്ങുന്നതാണ്. പിന്നെ 2400 പോയിന്റ് ആകുമ്പോഴേക്കും 12%, 5500 പോയിന്റ് ആകുമ്പോഴേക്കും 16% ലെവലിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഒറ്റയ്ക്കല്ല വാങ്ങുന്നത്. നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും എല്ലാ പ്ലാനിൽ പറയാം, നമുക്ക് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ആൾക്കാരോട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ എക്സ്പ്രഷൻ കണ്ടുകൊണ്ട് നമ്മൾ കൂടെ ആൾക്കാർ നമ്മുടെ
കുറച്ചുപേര് കസ്റ്റമറായിട്ട് വരാം, നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യാൻ ആൾക്കാർ വരാം. അങ്ങനെയാണ് നമ്മൾ ഈ പോയിന്റോട്ട് എത്തുക. ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്ക് വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ടീമായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഓഫർ കമ്പനി തരുന്നത് ഏകദേശം നമ്മുടെ 300 പോയിന്റ് സിംഗിൾ മന്തിൽ എത്തിക്കുകയാണെങ്കിൽ നമ്മൾ 8% ഫാസ്റ്റ് ആയിട്ട് ആവാൻ പറ്റും. അതുപോലെ തന്നെ 4500 പോയിന്റ് സിംഗിൾ മന്ത് നമ്മൾ ജോയിൻ ചെയ്ത മാസം ഒന്നുമില്ല കേട്ടോ, ഏതെങ്കിലും ഒരു മാസത്തിനുള്ളിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ബോർഡ് സ്റ്റേഷൻ ലെവൽ എത്താനും പറ്റും. ഇതിൽ നമുക്ക് എത്ര ആൾക്കാർ വേണമെങ്കിലും നമുക്ക് ഇതിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡയറക്ടർ ബോണസ് നമുക്ക് ബോണസ് ഡയറക്ടർ 6 പേരെ നമ്മൾ സക്സസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രോൺസ് ഡയറക്ടർ എന്ന ലെവൽ എത്തുന്നുണ്ട്. സോറി, നമ്മുടെ 5500 പോയിന്റ് എത്തുമ്പോഴേക്കും നമുക്ക് ബ്രോൺസ് ഡയറക്ടർ എന്ന ലെവൽ എത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്ടർ ബോണസ് 15% നമുക്ക് കമ്പനി തരുന്നുണ്ട്. പിന്നെ വെസ്റ്റിന്റെ ട്രാവൽ ഫണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ട്രാവലിംഗ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ട്രാവൽ ഫണ്ട് കിട്ടുക? നമ്മുടെ 3% ട്രാവൽ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിൽവർ ഡയറക്ടർ എന്ന ലെവൽ എത്തണം. നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആവുകയും നമ്മളെ താഴെ കൂടെ വന്ന ഒരാൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് സിൽവർ ഡയറക്ടർ ലെവൽ എത്തുകയും നമ്മൾ ട്രാവൽ ഫണ്ട് 3% സ്റ്റാർട്ട് ആവുകയും ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ടീം ബിൽഡിംഗ് ബോണസ് നമുക്ക് 3% കിട്ടുന്നുണ്ടാവും. LOB എന്ന ലീഡർഷിപ്പ് ഓറിയൻ ബോണസ് 18% കിട്ടുന്നുണ്ടാവും. അതിന് നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ താഴെ വരുന്ന ബിസിനസ് 5500 പോയിന്റെങ്കിലും ഒരു നമ്മുടെ ഓർഗനൈസേഷൻ വരുമ്പോൾ നമുക്ക് ഒരു LOB ആയിട്ട് വരുന്നതായിരിക്കും. ട്രാവൽ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് രാജ്യം സഞ്ചരിക്കാൻ പറ്റും. അതുപോലെ വെസ്റ്റേജ് കാർ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർ ഡയറക്ടർ എന്ന ലെവൽ എത്തണം. അതായത് നമ്മുടെ 3 ഓർഗനൈസേഷൻ നമ്മുടെ സക്സസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 3 ഓർഗനൈസേഷൻ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർ ഡയറക്ടർ എന്ന ലെവൽ എത്തുന്നതായിരിക്കും. നമുക്ക് കാർ ഫണ്ട് അച്ചീവർ എന്ന ലെവൽ 3 മാസം കീപ്പ് ചെയ്യണമെങ്കിൽ കാർ ഫണ്ട് അച്ചീവർ ആയിട്ട് ആവാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട കാറുകൾ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഹൗസ് ഫണ്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 6 ഓർഗനൈസേഷൻ സക്സസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാർ ഫണ്ട് വാങ്ങാൻ പറ്റും, ഹൗസ് ഫണ്ട് വാങ്ങാൻ പറ്റും, ഇഷ്ടപ്പെട്ട വീടുകൾ വെക്കാൻ പറ്റും. നെക്സ്റ്റ് ഇലക്ട്രിക് ബോണസ്, ഇത് വലിയൊരു എമൗണ്ട് ആണ്. നമ്മുടെ ബിസിനസ്, നമ്മുടെ കമ്പനിയിൽ മൊത്തം നടക്കുന്ന ബിസിനസിന്റെ 2% ഇലക്ട്രിക് ബോണസ്. അതായത് 8 അതിൽ കൂടുതലോ വ്യക്തികളെ നമ്മൾ സക്സസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇലക്ട്രിക് ബോണസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. 8 അതിൽ കൂടുതൽ ആൾക്കാരെ സക്സസ് ക്രിയേറ്റ് ചെയ്യും. അതിൽ 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരു 6 ഓർഗനൈസേഷൻ തന്നെ നമുക്ക് ഒരു കൂടുതൽ, അതുപോലെ തന്നെ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് 6 പേരെ വെച്ചുകൊണ്ടും നമുക്ക് ഇലക്ട്രിക് ബോണസ് നേടിയെടുക്കാനുള്ള ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉണ്ട്. നമുക്കറിയാം ഇപ്പോഴുള്ള ബിസിനസ് കൊമേഴ്സ് ആണ്. എവിടെ പോയാലും നമുക്കറിയാം കൊമേഴ്സ് ആയിട്ട് മിക്കവാറും ഒരുപാട് ടെക്സ്റ്റൈലുകളും ഒക്കെ തുറന്നിട്ടിരിക്കുന്നത് കാണാം. എല്ലാവരും ഓൺലൈൻ മീശ അതുപോലത്തെ ആപ്പിൽ ഒക്കെയാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുക, അറിയാലോ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കൊമേഴ്സിനെ ആയിരിക്കും എല്ലാവരും ചെയ്യുക. നമ്മുടെ ടീം ഫിസിക്കലായിട്ടും പിന്നെ അല്ലാതെയും നമുക്ക് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടിയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഇത് ചെയ്യുക? അതിപ്പോൾ ഒരുപാട് ആൾക്കാരെ പിക്ചർ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ബിസിനസ്സും പോകുന്നത്, നിങ്ങൾ ഏത് പിന്നെ ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും ഇല്ലെങ്കിൽ ഇപ്പോൾ ഏതിപ്പോ വ്യവസായം എടുത്താലും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ തന്നെയാണ് പോകുന്നത്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾക്കിവിടെ പിക്ചർ കാണുന്നുണ്ടാവാം, ഒരു പിക്ചർ കാണുന്നുണ്ട് ഇവിടെ. അതായത് ഒരു 8 കാലിയാണ്. അത് ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നെ ഇവിടെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാണ്, അതിന്റെ ആവാസ സ്ഥലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. താഴത്തൂടെ ഒരുപാട് ഉറുമ്പുകൾ നടന്നു പോകുന്നുണ്ട്. പക്ഷെ അതിനിവിടെ താഴത്തെ ഉറുമ്പുകൾ അവര് അങ്ങോട്ടും നടന്നുകൊണ്ടേയിരിക്കുകയാണ്, ഒരു ഇത്ര. പക്ഷെ ഈ 8 കാലിയാണെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു നെറ്റാണ്. പക്ഷെ ഇവർക്ക് താഴെ ഈ ഉറുമ്പുകൾക്കൊന്നും പറയാം, അവര് പിന്നെ അതിനെ കളിയാക്കി ചിരിക്കുകയാണ്. കാരണം പിന്നെ എന്താണ് ചെയ്യുന്നത് അറിയാതെ. പക്ഷെ ഈ 8 കാലി ഒരുപാട് സമയം എടുത്ത് കഷ്ടപ്പെട്ട് വളരെ വർഷം ഒന്നുമില്ല കഷ്ടപ്പെട്ട് ഇത് നെറ്റ് ഉണ്ടാക്കുകയും അവർക്കൊരു നെറ്റ് വർക്ക് അതിനുള്ള ഒരു ഫ്യൂച്ചറിലോട്ട് പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഈ ഉറുമ്പുകൾ അവിടെ അവരുടേതായ ഒരു രീതി ലോകത്ത് അങ്ങോട്ട് ഉടൻ നടക്കുകയാണ്. പക്ഷെ കാരണം അതുപോലെ തന്നെ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് ലുലു മാളിൽ പോവാണെങ്കിൽ പോലും അവര് ഒരു നെറ്റ്വർക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അവര് അതിന്റെ ഓണർ ഈ സെന്ററിൽ ഇരിക്കുന്നുണ്ടാവാം, ഇതിന്റെ സെന്റർ നെറ്റിരിക്കുന്നുണ്ടാവാം. പക്ഷെ അവർക്ക് ഇവിടെയാണെങ്കിലും ഓരോ ഭാഗത്തും ഓരോ ഔട്ട്ലെറ്റ് കാണാം. പക്ഷെ അവർ ഓരോ ഭാഗത്തും നെറ്റ്വർക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. അവർക്ക് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അവരെ ബിസിനസ് പാസീവിലോട്ട് മാറും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് ബിസിനസ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ നമ്മൾ പിന്നെ കളിയാക്കി ചിരിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ കാണും. പക്ഷെ നമ്മൾ അതിലൊന്നും കെയർ ചെയ്യാതെ നമ്മുടെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യും ബിസിനസ് ഡെവലപ്മെന്റിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. നമുക്ക് ബിസിനസ്
ഡിജിറ്റലായിട്ടും ഫിസിക്കലായിട്ടും ചെയ്യാൻ പറ്റും. ഡിജിറ്റലായി ചെയ്യുമ്പോൾ 100% വീട്ടിൽ ഇരുന്നുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഫിസിക്കലായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിസിക്കൽ മീറ്റിങ്ങിന് എല്ലാ ഓപ്ഷൻസും നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും വളരെ സക്സസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇത്. താങ്ക് യു. നെക്സ്റ്റ്, നിങ്ങൾ ഒരു ഉറച്ച തീരുമാനം ഇതിലൂടെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗീവ് മൈക്ക് ബാക്ക് ടു സർ. താങ്ക് യു സുരേഷ്. നമുക്കിപ്പോൾ ആക്ച്വലി എല്ലാ ദിവസവും നമ്മൾ ഫാസ്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചും ഇതിൻ്റെ ഇൻകം പ്ലാനിനെ കുറിച്ചും നമുക്ക് മനസ്സിലാവാണ്ട് വ്യക്തമായിട്ട് സുരേഷ് സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ അദ്ദേഹം സെഷൻ കൊണ്ട് എടുത്തിട്ടുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വരില്ല, 1-2 പ്രാവശ്യം കേൾക്കുമ്പോഴേ നമുക്കിത് മനസ്സിലാവുള്ളൂ. എങ്കിലും ഒരു 10 മിനിറ്റും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചാണ് ഇവിടെ വന്നിരിക്കുന്ന പുതിയ ആൾക്കാർ എല്ലാവരും വന്നിട്ടുണ്ടാവുക. 1-2 പ്രാവശ്യം കേട്ട ആൾക്കാരും ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ച് വന്നിരിക്കുകയാണ്. നമ്മളൊരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ നേരത്തെ സുരേഷ് സാർ പറഞ്ഞ നെറ്റ്വർക്ക് ക്രിയേഷൻ ചെയ്യാണ്. ഇന്ന് ലോകത്തെ എല്ലാ കാര്യങ്ങളും നെറ്റ്വർക്കിനെയാണ്, അല്ലെ? റിലയൻസ് ആയിക്കഴിഞ്ഞാലും അംബാനി ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ടാറ്റ ആയിക്കഴിഞ്ഞാലും എല്ലാ സംഭവവും നെറ്റ്വർക്കിലൂടെ പോകുന്ന കാര്യമാണ്. ഇവിടെയും ഈ ഒരു ബിസിനസ്സും നമ്മളൊരു നെറ്റ്വർക്ക് ചെയ്യുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നല്ല ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുന്ന വഴി ഒരു വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയാണ്. ഇന്ന് ഞാൻ 4 വർഷമായി ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. ആ 4 വർഷം കൊണ്ട് ഞാൻ ക്രിയേഷൻ ചെയ്ത നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 13 രാജ്യങ്ങളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. 5300-ലധികം ആൾക്കാർ ഈ കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. എനിക്കറിയുന്ന വെറും 6 വ്യക്തികളിലൂടെയാണ് ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. ആരെയും എനിക്ക് നേരിട്ട് പരിചയമില്ല, എനിക്കറിയാവുന്ന 6 വ്യക്തികൾ മാത്രമേ എന്നോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. അതിലൂടെയാണ് 5300-ലധികം വരുന്ന ഒരു കസ്റ്റമറെ നമുക്ക് ക്രിയേഷൻ ചെയ്യാൻ സാധിച്ചത്. ഒരു ഇടനിലക്കാരില്ലാതെ, ഒരു പരസ്യക്കാരില്ലാതെ ചെയ്യാൻ സാധിക്കുകയാണ്. നമ്മളിവിടെ ചെയ്യേണ്ട ഒറ്റ കാര്യം ചേഞ്ച് യുവർ ഷോപ്പാണ്. നമ്മുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്ന ഷോപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ട് 100% നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കാനും ഏതൊരു സാധാരണക്കാർക്കും സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിൽ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഏതൊരു സാധാരണക്കാരനും ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണിത്. കാരണം ഇന്ന് നെറ്റ്വർക്ക് ബിസിനസ്സിൽ അല്ലെങ്കിൽ പോലും ഈ ബിസിനസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങളിതിൻ്റെ കസ്റ്റമറായിട്ട് വെസ്റ്റീജിനോടൊപ്പം തുടർന്ന് പോകുന്നുണ്ടാവും. കാരണം അത്രയ്ക്കും റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. ഒരൊറ്റ ഉപയോഗത്തിലൂടെ നിങ്ങളിതിൻ്റെ ലൈഫ് ലോങ് കസ്റ്റമറായി മാറാൻ സാധിക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഏതാണോ അതിനേക്കാളും ക്വാളിറ്റി, അതിൻ്റെ 1/3 ഭാഗം പ്രൈസ് കൊടുത്താൽ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന, ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന, യാതൊരുവിധ ഹെൽത്ത് പ്രോബ്ലംസ് ഇല്ലാതെ ലൈഫ് ലോങ് നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനും ആ സമയത്ത് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന, നമ്മുടെ ആബ്സെൻസിലും നമ്മുടെ വീട്ടിലേക്ക് ഒരു വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ബിസിനസ്സാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടാവും ഇതിന്. നേരത്തെ ഞാൻ സുരേഷ് സാറിനെ പരിചയപ്പെടുന്ന സമയത്ത് പറഞ്ഞു, അദ്ദേഹം എഞ്ചിനീയറാണ്. ജോലിയോടൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂർ മാത്രമേ അദ്ദേഹം ബിസിനസ് ചെയ്യുന്നുണ്ടാവും. രാത്രി വന്നിട്ടുള്ള കുറച്ച് സമയവും പകൽ ഓഫീസിൽ ഇരുന്നുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയൊരു ടീമിന്, എനിക്കൊന്ന് 3000-ലധികം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനിലുണ്ട് തോന്നും. എനിക്ക് കറക്റ്റ് എണ്ണം അറിയില്ല, അത് അദ്ദേഹത്തിന് മാത്രമേ 3000-ലധികം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനിലുണ്ടാവും. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ, വണ്ടിക്കൂലി കൊടുക്കാതെ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനിലൂടെ അദ്ദേഹത്തിന് അറിയാവുന്ന വ്യക്തികൾക്ക് വെസ്റ്റീജ് കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് മാത്രം ഷെയർ ചെയ്തുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിനും ഏകദേശം 13 രാജ്യത്തിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3000-ലധികം നെറ്റ്വർക്ക് ക്രിയേഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു നല്ല വരുമാനം, ഒരു പ്രവാസിക്ക് ഗൾഫിൽ കിട്ടുന്ന വരുമാനം നാട്ടിൽ വാങ്ങിക്കാൻ സാധിക്കുന്ന പൊസിഷനിലേക്ക് അദ്ദേഹം എത്താൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഓർഗനൈസേഷനിലെ ഒരു കാർ ഫണ്ട് അച്ചീവറാണ് അദ്ദേഹം. എല്ലാ മാസവും കാറിൻ്റെ EMI വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ്. സുരേഷ് സാറിൻ്റെ ഓർഗനൈസേഷനിൽ വീണ്ടും ഒരു വേറെ വീട്ടമ്മയുണ്ട്, കാർ ഫണ്ട് അച്ചീവറാണ്. ലൈഫ് ലോങ് കാറിൻ്റെ EMI വാങ്ങിക്കുന്ന ഒരു വീട്ടമ്മയാണ്. ഇവിടെ നിങ്ങൾക്ക് ഏതൊരു ആൾക്കാർക്കും, ഇവിടെ വന്നിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാക്കി ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയോടൊപ്പം, ഈ ഒരു ഓർഗനൈസേഷനോടൊപ്പം സീരിയസ് ആയിട്ട് ഒരു 3-4-5 പ്രാവശ്യം കണ്ടിന്യൂ ഉള്ള ഓരോ സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് രാവിലെ 6 മണിക്ക് ഇതിൻ്റെ ട്രെയിനിങ് സെഷൻ കിട്ടും, അത് അറ്റൻഡ് ചെയ്യുക. വൈകുന്നേരം 9 മണിക്ക് പല ടൈപ്പ് സെഷൻ, പ്രൊഡക്റ്റ് സെഷൻ ഉണ്ടാവും, മറ്റുള്ള സിസ്റ്റം സെഷൻ ഉണ്ടാവും. ഓരോന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് മനസ്സിലാക്കുക. ഒരു 2-3 മാസം ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ
ജീവിതകാലം മുഴുവൻ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കുന്നുണ്ടാവും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നല്ലൊരു തീരുമാനം എടുക്കാൻ മാത്രം സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. ഒറ്റ സെക്കൻഡ്. പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആക്കി തരാം. എല്ലാവരും അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിച്ചോ. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത സെഷനിൽ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന സെഷൻ വരും, അവിടെ പറഞ്ഞു തരുന്നുണ്ടോ. ആർക്കെങ്കിലും അൺമ്യൂട്ട് ആക്കി ചോദിക്കണം. ആരെങ്കിലും ഉണ്ടോ? പുതിയ ആൾക്കാർ പറയാനുണ്ടെങ്കിൽ ചോദിക്കാം. സജിത പുതിയല്ല, പഴയതാണ്. ഷാജി KR പുതിയതാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ നമുക്കത് ക്ലിയർ ആക്കി തരുന്നുണ്ടാവും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്കും 5 മണിക്കും രാത്രി 9 മണിക്കും നമുക്ക് ഇതേപോലെ സെഷൻ ഉണ്ടാവും. ഞായറാഴ്ച ദിവസം മാത്രം കുറച്ച് സ്ലോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു തരുന്ന സെഷനായിരിക്കും. ഓക്കെ, എനിവേ നിങ്ങളെല്ലാവരും നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയായിട്ട് കോൺടാക്ട് ചെയ്യുക. ആരാണോ നിങ്ങൾക്ക് ലിങ്ക് അയച്ചെന്ന് അവരായിട്ട് സംസാരിക്കുക എല്ലാ ദിവസവും. ഇനി അങ്ങോട്ടുള്ള ഓരോ സെഷനും പങ്കെടുത്തുകൊണ്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഈ ഒരു 1 മണിക്കൂർ സെഷൻ നമുക്ക് വേണ്ടി തന്ന സുരേഷ് സാറിന് നന്ദി അറിയിക്കാം. താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് യു വെൽ. ഗുഡ് നൈറ്റ്.